وبركاته. الحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. അള്ളാഹുവിൻ്റെ ഫള് കൊണ്ട് വിശ്വാസപരമായ ഒരു മുസ്ലിം അറിഞ്ഞിരിക്കേണ്ട അനിവാര്യമായ അത്യാവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒന്ന് രണ്ട് കിതാബുകൾ ഈ പള്ളിയിൽ ഈ ആദരണീയമായ സദസ്സിൻ്റെ മുന്നിൽ വെച്ച് നമ്മൾ പറഞ്ഞ് കേട്ടതിൻ്റെ ശേഷം അൽ അഖീദത്തു അൽ വാസിത്തിയ വൽ അഖീദത്തു അത്വഹാവിയ എന്ന് പറയുന്ന ശരിയായ ഒരു മുസ്ലിമിൻ്റെ ശരിയായ വിശ്വാസവുമായി ബന്ധപ്പെട്ട് അറിയുകയും ആദർശമായി സ്വീകരിക്കുകയും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന ആ രണ്ട് കിതാബുകളെക്കുറിച്ച് പറഞ്ഞ് കേൾക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി ആ രണ്ട് കിതാബുകളും അവസാനിച്ചതിൻ്റെ ശേഷം കുറച്ച് ആഴ്ചകൾ ദിവസങ്ങളുടെ ശേഷം പുതിയ ഒരു കിതാബിലേക്ക് നമ്മൾ ഇന്ന് ആരംഭിക്കുകയാണ്. നിങ്ങളതിൻ്റെ പരസ്യത്തിൽ കണ്ടതുപോലെ അർ-റഹീഖുൽ മഖ്തൂം എന്ന പേരിൽ അറിയപ്പെട്ട ഇന്ത്യക്കാരനായ ഒരു പണ്ഡിതൻ എഴുതി രേഖപ്പെടുത്തിയ നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലമയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവചരിത്രം, ഈ ലോകം കണ്ട ഈ ഭൂമിയിൽ ചവിട്ടിയ ഏറ്റവും ഉത്തമനായ മനുഷ്യൻ, അതിലേറെ ശ്രേഷ്ഠനായ ഒരു വ്യക്തിയില്ല. അദ്ദേഹം എങ്ങനെ ജീവിച്ചു, അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു, മനുഷ്യരായ നമ്മളൊക്കെ നേരിട്ടതുപോലത്തെ പല ജാതി പരീക്ഷണങ്ങളും പ്രതിസന്ധികളും എതിർപ്പുകളും വിമർശനങ്ങളും കാര്യങ്ങൾ നേരിട്ട സമയത്ത് അതിനെ അദ്ദേഹം എങ്ങനെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി, സമൂഹത്തിന് എങ്ങനെ മാതൃകയായി അദ്ദേഹം ജീവിച്ചു. അത് ഒരു മുസ്ലിം സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും മുതിർന്നവരും കുട്ടികളും അറിയേണ്ടതാണ്, അനിവാര്യമാണ്. ആ പ്രവാചകന്റെ ചരിത്രം നമ്മൾ അറിയുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ അതുകൊണ്ട് ഉണ്ട് താനും. പ്രവാചകന്റെ സീറ പഠിക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഒരാൾക്ക് നേടാനുള്ളത്, അതുകൊണ്ട് എന്താണ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ. പണ്ഡിതന്മാർ ആ വിഷയത്തിൽ വളരെ വിശാലമായി എഴുതിയതുണ്ട്. അബ്ദുർ റസാഖുൽ ബദർ ഹഫിളഹുല്ല ആ വിഷയമായി പറഞ്ഞ ചുരുക്കം ചില കാര്യങ്ങൾ, സീറ പഠിക്കുന്നത് കൊണ്ട് ഒരു മുസ്ലിമിന് ലഭിക്കുന്ന നേട്ടം, അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചരിത്രം പഠിക്കുക എന്ന് പറയുന്നത് ഗിദാഉൽ ലിൽ ഖുലൂബ്, മനുഷ്യ മനസ്സുകൾക്കുള്ള ശരിയായ ഭക്ഷണമാണത്. മനുഷ്യൻ്റെ മനസ്സ് നല്ല നിലക്ക് അത് ജീവിച്ച് മുന്നോട്ട് പോകാൻ അനിവാര്യമാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചരിത്രം അറിഞ്ഞിരിക്കുക എന്നുള്ളത്. വബഹജത്തുൽ ലിന്നുഫൂസ്, മനുഷ്യ മനസ്സുകൾക്കുള്ള ഒരു പ്രസന്നതയാണ്, അതിൻ്റെ ആഡംബരവും ആർഭാടവുമാണത്. ഫസആദത്തുൻ വലദ്ദത്തുൻ വഖുറത്തു ഐൻ, അവരുടെ മനസ്സിൻ്റെ കൺകുളിർമ, സംതൃപ്തിയാണതിൽ, വിജയവും ആസ്വാദനവും ആനന്ദവും അതിലുണ്ട്. എന്ന് മാത്രമല്ല, പ്രവാചകന്റെ ചരിത്രം എന്ന് പറയുന്നത് അത് ദീനാണ്, അള്ളാഹുവിൻ്റെ ദീന് പഠിക്കൽ തന്നെയാണ്. അള്ളാഹുവിലേക്കൊരടിമക്ക് അടുക്കാനും മുന്നേറാനും പറ്റുന്ന മഹത്തായൊരു ഇബാദത്താണ്. കാരണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവചരിത്രം എന്ന് പറയുന്നത് അതിൽ ക്ഷമയുണ്ട്, കഠിനാധ്വാനമുണ്ട്, ത്യാഗമതിലുണ്ട്. അള്ളാഹുവിനോടുള്ള ഉബൂദിയത്ത്, അടിമത്വം ഒരാൾ കൃത്യമായി പാലിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് കാണിച്ചു തരുന്നതുണ്ട്. അള്ളാഹുവിൻ്റെ ദീനിലേക്കുള്ള പ്രബോധനമുണ്ട്, ധാരാളം ഫായിദകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകനെ നമുക്ക് മാതൃകയാക്കിയിരിക്കുന്നു. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ഉത്തമമായ മാതൃക അള്ളാഹുവിൻ്റെ റസൂലിനാണുള്ളത്. ആ മാതൃക നമുക്കറിയണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ജീവചരിത്രം നമ്മൾ അറിഞ്ഞേ മതിയാകൂ. എങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വ്യക്തിജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി, കുടുംബജീവിതം എങ്ങനെ, തൻ്റെ മിത്രങ്ങളോട് എങ്ങനെ ഇടപെട്ടു, ശത്രുക്കളോട് എങ്ങനെ ഇടപെട്ടു, സന്തോഷത്തിൻ്റെയും വിജയത്തിൻ്റെയും സമയത്ത് എങ്ങനെ അത് കൈകാര്യം ചെയ്തു, ദുരിതവും പരീക്ഷണങ്ങളും വന്ന സമയത്ത് എങ്ങനെ അതിനെ നേരിട്ടു, അവിടെ എങ്ങനെ മുന്നോട്ട് പോയി, ഓരോ കാര്യങ്ങളിലും അവിടുത്തെ മാതൃകയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് നിശ്ചയിച്ചതാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ അവിടുത്തെ ചരിത്രം അറിയുമ്പോഴേ നമുക്ക് അതുപോലെ മാതൃകയാക്കി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പറഞ്ഞത്, ഒരു മനുഷ്യന് അവൻ്റെ പ്രവർത്തനങ്ങളെ തൂക്കി നോക്കാൻ പറ്റുന്ന കൃത്യമായൊരു തുലാസാണ് അള്ളാഹുവിൻ്റെ റസൂൽ. സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഖത്തീബുൽ ബഗ്ദാദി റഹ്മഹുല്ലാ
അദ്ദേഹത്തിൻ്റെ അൽ ജാമിഉ ലി അഖ്ലാഖിർ റാവി വ ആദാബിസ് സാമിഅ, ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആളുടെ മര്യാദ, അത് കേൾക്കാൻ വേണ്ടി ആ സദസ്സിൽ പങ്കെടുക്കുന്ന ആളുകൾ പാലിക്കേണ്ട മര്യാദ എന്ന് പറഞ്ഞ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കിതാബിൽ സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരു വാക്ക്, സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മഹുള്ള പറഞ്ഞൊരു വാക്ക് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുവൽ മീസാനുൽ അക്ബർ. ആളുകൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ സ്വഭാവങ്ങൾ, അവരുടെ ജീവിതത്തിന് അളന്നു തൂക്കി നോക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ തുലാസാണ് അള്ളാഹുവിൻ്റെ റസൂൽ. എൻ്റെ വാക്കുകളും എൻ്റെ പ്രവൃത്തികളും ആ പ്രവാചകന്റെ വാക്ക് പ്രവൃത്തികളോട് യോജിച്ചുകൊണ്ടാണ് പോകുന്നു എന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, സ്വീകാര്യോഗ്യമായതാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ അംഗീകാരവും പരിഗണനയും പ്രതിഫലവും ഉള്ളതായിരിക്കും. ഒരു വ്യക്തിയുടെ വാക്കുകളും പ്രവൃത്തികളും അവൻ്റെ സ്വഭാവങ്ങളും അവൻ്റെ ഇടപാടുകളും അള്ളാഹുവിൻ്റെ റസൂലിന് വിരുദ്ധമാണെങ്കിൽ ആ വ്യക്തി അള്ളാഹുവിൻ്റെ അടുക്കൽ തള്ളപ്പെടുന്നവനും പരാജയപ്പെടുന്നവനുമായിരിക്കും, അവനെ സ്വീകരിക്കാൻ പറ്റാത്ത ആളായിരിക്കും. അപ്പോൾ നമുക്കുള്ള കാര്യങ്ങൾ മുഴുവൻ നമുക്ക് തൂക്കി നോക്കാം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തുമായി വെച്ചുകൊണ്ട്, അവിടുത്തെ ജീവചരിത്രവുമായി വെച്ചുകൊണ്ട്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ ഒരാൾ പഠിക്കുക എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്. നമുക്ക് ഹിദായത്തിന് വേണ്ടി, നമുക്ക് റഹ്മത്തും നമ്മുടെ മനസ്സിന് ശമനവും ആശ്വാസവും ഒക്കെയായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ പരിശുദ്ധ ഖുർആൻ, അതിന് കൃത്യമായി ഒരാൾ മനസ്സിലാക്കാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സീറ മനസ്സിലാക്കുമ്പോൾ അവന് സാധിക്കും. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരിക്കൽ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഭാവം എങ്ങനെയായിരുന്നു? അവിടുന്ന് അവർ കൊടുത്ത മറുപടി, കാന ഖുലുഖുൽ ഖുർആൻ, പ്രവാചകന്റെ സ്വഭാവം പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെയായിരുന്നു. ഓരോ വിഷയങ്ങളിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല മയമായ സ്വഭാവത്തോടുകൂടെ പെരുമാറേണ്ട സ്ഥലത്ത് അങ്ങനെ പെരുമാറിയിട്ടുണ്ട്. എന്നാൽ കർശനമായി പെരുമാറേണ്ട സമയത്ത് അങ്ങനെ തന്നെ പെരുമാറിയിട്ടുണ്ട്. ആളുകൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ചിലപ്പോൾ നല്ല കാര്യങ്ങളൊക്കെ ഉപദേശിക്കുമ്പോൾ തെറ്റായ കാര്യങ്ങൾ തെറ്റാണ് എന്ന് പറയുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ വളരെ മയത്തോടുകൂടെ പെരുമാറുന്ന ആളായിരുന്നു. അങ്ങനെയല്ല, ഒരു ഭാഗമാണ് മയത്തോടുകൂടെ പെരുമാറേണ്ട സ്ഥലത്ത് സമയത്ത് അങ്ങനെ പെരുമാറുന്ന ആളായിരുന്നു. അള്ളാഹുവിൻ്റെ ഹദ്ദുകളും പരിധികളും ഒരാൾ അത് വിട്ടുകടക്കുകയാണെങ്കിൽ, അതിന് വിരുദ്ധമായി ചെയ്യുകയാണെങ്കിൽ അവിടെ വളരെ ഗൗരവമായ നിലക്ക് അവിടെ നിയമം എങ്ങനെയാണോ അനുശാസിക്കുന്നത്, ആവശ്യപ്പെടുന്നത്, അതുപോലത്തെ കർശനമായ നിലപാടുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായിരുന്നു. ആരെങ്കിലും ഒരു തെറ്റോ കാര്യങ്ങളോ ചെയ്തു എന്നുണ്ടെങ്കിൽ, പാപകരമായ വാക്കുകളോ പ്രവൃത്തികളോ കാണുകയാണെങ്കിൽ അത് എതിർക്കേണ്ടത് കൃത്യമായി അത് എതിർക്കുന്ന ആൾ തന്നെയായിരുന്നു. അവിടുന്ന് പ്രത്യേകിച്ച് ഖുത്ബയൊക്കെ, വെള്ളിയാഴ്ചയുള്ള ഖുത്ബകളൊക്കെ പറയുന്ന സമയത്ത് അവിടുത്തെ മുഖം വിവർണമാകുമായിരുന്നു, ചുവന്നു തുടുക്കുമായിരുന്നു, ശബ്ദം ഉയരുമായിരുന്നു. കഅന്നമാ ഹുവ യുൻദിറു ജയ്ഷൻ എന്ന്, ഒരു സൈന്യം വരുന്നുണ്ട് എന്നുള്ള താക്കീത് നൽകുന്നത് ഗൗരവത്തോടു കൂടെ. ജീവിതം ഒരു തമാശയുമൊന്നുമല്ല. ഗൗരവത്തിൻ്റെ സമയത്ത് ഗൗരവവും അതിൻ്റെ പ്രാധാന്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള രീതി തന്നെയായിരുന്നു. പരിശുദ്ധമായ ഖുർആനിൽ എങ്ങനെയാണോ പറഞ്ഞത് അതുപോലത്തെ രീതിയിൽ മുഅ്മിനീങ്ങൾ, സത്യസന്ധരായ വിശ്വസ്തരായ മുഅ്മിനീങ്ങളുടെ മുന്നിൽ വളരെ മയത്തോടു കൂടെ തന്നെയായിരുന്നു അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പെരുമാറ്റങ്ങൾ, സമീപനങ്ങൾ. എന്നാൽ കാപട്യമുള്ള ആളുകൾ, ശത്രുക്കളായ ആളുകളോട് വളരെ ഗൗരവമായ നിലയ്ക്ക് ഇടപെടാൻ പരിശുദ്ധ ഖുർആനിൽ കൽപ്പനയുണ്ടായിരുന്നു. പ്രവാചകൻ അതുപോലെ അത് നടപ്പാക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ഖുർആനിനനുസരിച്ച്, അതിൽ പറഞ്ഞ അധ്യാപനങ്ങൾക്കനുസരിച്ച് ഒരാൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സീറ നമ്മൾ അറിഞ്ഞിരിക്കൽ അത്യാവശ്യമാണ്. അതേപോലെ ആ പ്രവാചകനോടുള്ള സ്നേഹം, അവിടത്തോടുള്ള ആദരവ്, സ്നേഹം, അത് നമുക്ക് നിർബന്ധമായ കാര്യമാണ്. സ്വന്തം ശരീരത്തിനിലേറെ, മാതാപിതാക്കളിലേറെയൊക്കെ നമ്മൾ ആ പ്രവാചകനെ സ്നേഹിക്കാൻ ബാധ്യസ്ഥരാണ്. കടമയാണത്. നമുക്ക് ആ പറയുന്ന മഹബ്ബത്ത് നമുക്ക് കൂടിക്കൂടി വരാൻ, അവിടുത്തെ ജീവചരിത്രം നമ്മൾ അറിയുന്തോറും ആ സ്നേഹം നമുക്ക് കൂടിക്കൊണ്ടിരിക്കും. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. സ്വന്തം മാതാപിതാക്കളിലേറെ, സ്വന്തം ശരീരത്തിനിലേറെ, മറ്റ് എല്ലാത്തിനിലേറെ പ്രവാചകനെ സ്നേഹിക്കൽ നമുക്ക് നിർബന്ധമാണ്. ആ സ്നേഹം നമുക്ക് കൂടി വരണമെങ്കിൽ ആ പ്രവാചകൻ ആരായിരുന്നു, അദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്തായിരുന്നു, ചരിത്രം എങ്ങനെയായിരുന്നു, ഇത് നമ്മൾ അറിഞ്ഞിരിക്കൽ അത്യാവശ്യമാണ്. പിന്നെ അതേപോലെ ദീനുൽ ഇസ്ലാമിനെ കൃത്യമായി നമുക്ക് ഫോളോ ചെയ്യാൻ, അത് പിന്തുടർന്ന് മുന്നോട്ട് പോകാൻ
നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങളിൽ, ആരാധനകളിൽ, സ്വഭാവത്തിൽ, ഇടപാടുകളിൽ, മിത്രങ്ങളോടുള്ള പെരുമാറ്റത്തിൽ, ശത്രുക്കളോടുള്ള പെരുമാറ്റത്തിൽ, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളിലും ആ പ്രവാചകന്റെ ചരിത്രം അത് മുഴുവത്തിലും ഊന്നി നിൽക്കുന്നതാണ്. അത് അറിയുമ്പോൾ നമുക്ക് ആ കാര്യങ്ങളിലൊക്കെ എങ്ങനെ മുന്നോട്ട് പോകാം, എങ്ങനെ ആ കാര്യത്തിൽ നിലപാടുകൾ എടുക്കാം എന്ന് മനസ്സിലാകാൻ ഇത് അനിവാര്യമാണ്. അന്നസീറത്ത്, അതേപോലെ അന്നസീറത്ത് ഫിഹാ തഅലീമുൽ ലിന്നഹ്ജി സ്വഹീഹി ഫിദ്ദഅവതി ഇലല്ലാഹി അലാ ബസീറ, അല്ലാഹുവിലേക്കുള്ള പ്രബോധനത്തിന്റെ വിഷയത്തിൽ ശരിയായ മൻഹജിൽ നിലപാടിൽ നിന്നുകൊണ്ട് പ്രബോധനം നടത്താൻ പ്രവാചകന്റെ ചരിത്രം, ജീവചരിത്രം അറിഞ്ഞിരിക്കൽ അത്യാവശ്യമാണ്. ചില ആളുകൾ ദഅവത്തിന്റെ വിഷയത്തിൽ തീവ്രവാദത്തിലേക്ക് പോകും, ഖവാരിജുകളെ പോലെ. ചില ആളുകൾ ദഅവത്തിന്റെ വിഷയത്തിൽ നിർബന്ധമായ കാര്യങ്ങൾ ഒഴിവാക്കി അനാസ്ഥ കാണിക്കുന്ന അവസ്ഥയിൽ. അള്ളാഹുവിൻ്റെ റസൂൽ ഈ കാര്യത്തിൽ മധ്യനിലവാരത്തിലായിരുന്നു, മിതമായ, നീതിയുക്തമായ, മധ്യമായ ആ നിലപാടിൽ മൻഹജിലായിരുന്നു. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി, ഞാൻ അള്ളാഹുവിലേക്ക് മാത്രമാണ് ദഅവത്ത് ചെയ്യുന്നത്, എന്നിലേക്ക് ആളുകൾ ആകർഷിക്കല്ല. എന്തെങ്കിലും ഭൗതികമായ നേട്ടത്തിന് വേണ്ടി ഞാൻ ആളുകളെ മുന്നിൽ നിൽക്കുകയുമല്ല. അള്ളാഹുവിലേക്ക് മാത്രമുള്ള ദഅവത്താണ്, അവൻ്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ്, അവൻ്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി, അതിൽ കൃത്യമായ തെളിവും അറിവും അഹങ്കാഴ്ചയുടെ അടിസ്ഥാനത്തിലാണ്, വിഡ്ഢിത്തരമൊന്നും വിളിച്ചു പറയല്ല. ഖുർആന്റെ സുന്നത്തിന്റെ വ്യക്തമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ, ഉൾക്കാഴ്ചയുടെ അടിസ്ഥാനത്തിലാണ്. എൻ്റെ സ്ഥിതി അതാണ്, എൻ്റെ കൂടെ കൂടിയ ആളുകളും അങ്ങനെയായിരിക്കണം. അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി, ഇൽമില്ലാതെ ദഅവത്ത് നടത്താൻ പാടില്ല. ഇൽമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മൗനം പാലിച്ചുകൊണ്ട് നിൽക്കാനും പാടില്ല. കൃത്യമായ തെളിവും രേഖകളും അറിയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ അത് ആളുകൾക്ക് അറിയിച്ചു കൊടുത്തിരുന്നു. അൻസിർ അശീറത്തക്കൽ അഖ്റബീൻ, ആദ്യ കാലഘട്ടത്തിൽ ഏറ്റവും അടുത്ത കുടുംബങ്ങൾക്ക് ദഅവത്ത് നൽകാനാണ് അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടായിരുന്നത്. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വിശാലമായി ശറഇന്റെ, ദീനിന്റെ ഓരോ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ അത് ജനങ്ങൾക്ക് അറിയിച്ചു കൊടുത്തു. അറിയാത്ത വിഷയങ്ങൾ പ്രവാചകന്റെ മുന്നിൽ വരുന്ന സമയത്ത് എൻ്റെ അടുത്ത് അതിനെക്കുറിച്ച് വ്യക്തമായൊരു അറിവ് ഇല്ല എന്ന് തന്നെ പറയുമായിരുന്നു. ഖൗല റളിയല്ലാഹു അൻഹ, അവരുടെ ഭർത്താവ് അവരെ ളിഹാർ നടത്തിയ സമയത്ത് പ്രവാചകന്റെ മുന്നിൽ വന്ന് ഫത്വ ചോദിച്ചു. ആ വിഷയത്തിൽ എൻ്റെ അടുത്ത് അള്ളാഹുവിൽ നിന്ന് പുതിയതായൊരു വിവരം ഇല്ല എന്ന് പറഞ്ഞു. അവർ അള്ളാഹുവിനോട് പരിഭവം പറയുകയും അള്ളാഹു അതിന് ആ സമയത്ത് വഹയി നൽകിക്കൊണ്ട് പരിഹാരങ്ങൾ അറിയിച്ചു കൊടുത്ത സംഭവങ്ങൾ ഖുർആനിൻ്റെ തഫ്സീറുകളിൽ അത് വ്യക്തമാണ്. ഇതേപോലെ അറിയാത്ത കാര്യങ്ങൾ അറിയുകയില്ല എന്ന് തന്നെ പറഞ്ഞു. അറിയുന്ന നിർബന്ധമായ ബാധ്യതകൾ കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എത്തിച്ച് അറിയിച്ചു കൊടുക്കുക തന്നെ ചെയ്തു. ഇതിലൊന്നും ഒന്നിരിക്കൽ പരിധി വിട്ട് കടന്ന് അങ്ങോട്ട് പോകാതെ, അലസതയും അനാസയും കാണിക്കാതെ വ്യക്തമാക്കി കാര്യങ്ങൾ ചെയ്തു. പ്രവാചകന്റെ ആ മൻഹജ്, ആ സീറ, ചരിത്രം കൃത്യമായി പഠിച്ച അഹ്ലുസുന്നയുടെ ഉലമാക്കൾ അന്നും ഇന്നും ഈ പറയുന്ന കാര്യങ്ങൾ അത് ഭംഗിയായി അവർ നിർവഹിക്കുകയും ചെയ്തു. അതേപോലെ വളർന്നു വരുന്ന തലമുറകൾ, യുവാക്കളും യുവതികളും, കൗമാരത്തിലുള്ള കുട്ടികൾ, അതേപോലെ ചെറിയ കുട്ടികളൊക്കെ ദീനുൽ ഇസ്ലാമിൻ്റെ ശരിയായ ആ ആദർശം, കാര്യങ്ങളും സ്വഭാവങ്ങളും വേഷവിധാനങ്ങളും അത് സ്വീകരിച്ചുകൊണ്ട് വളർന്നു വരാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഈ ജീവചരിത്രങ്ങൾ അറിയൽ അനിവാര്യമാണ്. മാതാപിതാക്കൾക്ക് ഇതറിയണം, അധ്യാപകന്മാർക്ക് ഇതറിയണം. അപ്പോൾ അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അവർക്ക് ഈ പറയുന്ന ജീവചരിത്രത്തിൽ മാതൃകയാക്കിക്കൊണ്ട് മുന്നോട്ട് പോയി കുട്ടികൾ, വളർന്നു വരുന്ന കുട്ടികൾക്ക് ഇത് കണ്ട് പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ കഴിയും. അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയാതെ ഈ വിവരങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ മുസ്ലിം ഉമ്മത്തിൽ നിന്ന് വളർന്നു വരുന്ന തലമുറ കുഫാറുകളെയും ഫുജാറുകളെയും അനുകരിക്കുന്നത് സംസാരത്തിൻ്റെ വിഷയത്തിൽ, വേഷത്തിൻ്റെ വിഷയത്തിൽ, സ്വഭാവങ്ങളുടെ വിഷയത്തിൽ ഇന്ന് ധാരാളം നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാതൃക ഇതിൽ എന്താണ്, അവിടുത്തെ ജീവചരിത്രത്തിൽ എന്താണ് ഈ വിഷയങ്ങൾ വന്നത്, അറിയാത്ത തലമുറ വളർന്നു വരുന്ന ദയനീയമായ രംഗം നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. യുവാക്കളും യുവതികളും കൗമാരക്കാരായ പ്രായത്തിലുള്ളവരൊക്കെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഈ ജീവചരിത്രങ്ങളും കാര്യങ്ങളും അറിയാതെ വിശ്വാസപരമായ കാര്യങ്ങളിൽ, അവരുടെ നിത്യ ജീവിതത്തിൽ, ആദാബുകളിൽ, സ്വഭാവങ്ങളിലൊക്കെ ദീനുൽ ഇസ്ലാമിൽ വ്യതിചലിച്ചു പോകുന്ന ധാരാളം കാര്യങ്ങൾ. നേരെ മറിച്ച് അവിടുത്തെ ജീവചരിത്രം കണ്ട് മനസ്സിലാക്കി അദബുകളും കാര്യങ്ങളും സ്വഭാവങ്ങളും മനസ്സിലാക്കിയാൽ അവർ സന്മാർഗം ലഭിച്ചവരും വിജയിച്ചവരും നല്ല ആളുകളും വ്യക്തിത്വങ്ങളുമായി അവരെ നമുക്ക് കാണും. നേരെ മറിച്ച് ആ പ്രവാചകന്റെ വഴിയും മാതൃകയും സ്വീകരിക്കാതെ പോയാൽ ഈ ലോകത്തും പരലോകത്തും പരാജയപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ, നിന്ദ്യരും നീചരുമായ
മറ്റ് സമൂഹത്തിൻ്റെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത അധകൃതരും അധപ്പതിച്ചവരുമായ സമൂഹമായി ആളുകൾ മാറിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ചുരുക്കത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്ത് നമ്മൾ പഠിക്കുന്നതിനനുസരിച്ച് ധാരാളം നേട്ടങ്ങൾ, ഖൈറാത്തുകൾ അതിൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഞാനതിൽ ഉപയോഗിച്ച ഈ പുസ്തകം അർ-റഹീഖുൽ മഖ്തൂം എന്ന് പറയുന്നത് ഇന്ത്യക്കാരനായ ഉത്തർപ്രദേശിൽ ജീവിച്ച, അവിടെ മരിക്കുകയും ചെയ്ത, സൗദി അറേബ്യയിലൊക്കെ പോയി ജാമിയത്തുൽ ഇസ്ലാമിലൊക്കെ ജോലി ചെയ്ത സഫിയുർ റഹ്മാൻ അൽ മുബാറക് ഫൂരി എന്ന് പറയുന്ന ഹദീസ് പണ്ഡിതൻ, അദ്ദേഹം രചിച്ചതാണ് ഈ പുസ്തകം. സഫിയുർ റഹ്മാൻ അൽ മുബാറക് ഫൂരി. അദ്ദേഹത്തിൻ്റെ പേര് സഫിയുർ റഹ്മാൻ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദ് അക്ബർ ഇബ്നു മുഹമ്മദ് അലി ഇബ്നു അബ്ദുൽ മുഅ്മിൻ ഇബ്നു ഫഖീറുല്ലാ അൽ മുബാറക് ഫൂരി അൽ അഅ്ളമി. ഹദീസ് പണ്ഡിതനായിരുന്നു, ഇന്ത്യക്കാരനാണ്. യുപിയിൽ ഉത്തർപ്രദേശിലാണ് അദ്ദേഹം ജീവിച്ചത്, അവിടെയാണ് മരിച്ചത്. ധാരാളം അറിവും പാണ്ഡിത്യവുമുള്ള ഒരാളായിരുന്നു. ഹദീസിൻ്റെ വിഷയത്തിൽ ഇമാം മുസ്ലിമിൻ്റെ സഹീഹ് മുസ്ലിമിനൊക്കെ അദ്ദേഹം ശറഹുകൾ എഴുതിയിട്ടുണ്ട്. താഴ്മയുള്ള വിനയം കാണിച്ച അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടൊരു പണ്ഡിതനാണ്. അബ്ദുൽ ബുഖാരി മദീനയിലുള്ള അദ്ദേഹമൊക്കെ ഇദ്ദേഹത്തിനെക്കുറിച്ചുള്ള നല്ല വാക്കുകൾ പറഞ്ഞത് യൂട്യൂബിൽ പോലത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും അധ്യാപനങ്ങളും ദർസുകളും ക്ലാസ്സുകളും നടത്തിയിട്ടുണ്ട്. അമേരിക്കയിൽ പോയിട്ട് ക്ലാസ്സുകൾ നടത്തിയിട്ടുണ്ട്, സൗദി അറേബ്യയിൽ ഉണ്ടായിട്ടുണ്ട്, മറ്റു പല രാജ്യങ്ങളിലും. ജാമിയ ഇസ്ലാമിൽ അദ്ദേഹം 10 വർഷത്തോളം അവിടെ സേവനം ചെയ്തിട്ടുണ്ട്. ധാരാളം ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. 1943 ജൂൺ മാസത്തിൽ 6-ാമത്തെ ദിവസത്തിലാണ് അദ്ദേഹം ജനിച്ചത് എന്ന് പറയുന്നു. ഹുസൈനാബാദി എന്ന് പറയുന്ന യുപിയിലുള്ള ഒരു പ്രദേശത്ത്, മുബാറക് ഫൂർ എന്ന് പറയുന്ന പ്രദേശം, അവിടെയാണ് അദ്ദേഹം ജനിച്ചത്. 2006 ഡിസംബർ മാസം 1 ആണ് അദ്ദേഹം വഫാത്താകുന്ന. 63 വയസ്സായിരുന്നു അദ്ദേഹം മരിക്കുന്ന സമയത്ത് എന്നാണ് പറയുന്നത്. ഹുസൈനാബാദി എന്ന് പറയുന്ന ഉത്തർപ്രദേശിലുള്ള പ്രദേശത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബ പാരമ്പര്യം അൻസാറുകളിലേക്ക് ചെന്നു ചേരുന്നു എന്ന് ചരിത്രകാരന്മാരായ പലരും അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ തർജ്ജമ ജീവചരിത്രം എഴുതിയ സമയത്ത് പറഞ്ഞിരിക്കുന്നു. സഹാബി അബു അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ സന്താന പരമ്പരകളിൽപ്പെട്ട ആളായിരുന്നു ഇദ്ദേഹം എന്ന് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതിയ പലരും അത് പറഞ്ഞത് കാണുന്നുണ്ട്. ജാമിയ ഇസ്ലാമിൽ അദ്ദേഹം, മദീനയിലുള്ള ജാമിയ ഇസ്ലാമിൽ അദ്ദേഹം 10 വർഷത്തോളം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ യുപിയിലുണ്ടായിരുന്ന ബനാറസിൽ അദ്ദേഹം ജാമിയ സലഫിയ അവിടെ ഉണ്ട്, അതിൽ അധ്യാപകനായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതേപോലെ ജംഇയ്യത്ത് അഹ്ലുൽ ഹദീസിൻ്റെ ആദ്യകാലത്ത് പ്രത്യേകിച്ചുണ്ടായിരുന്നു. ഇപ്പോൾ രാഷ്ട്രീയപരമായ നിലക്കൊക്കെ വ്യതിചലനങ്ങൾ സംഭവിച്ചിട്ടുള്ളവർക്ക് അതിൻ്റെ ഇടയ്ക്ക് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരുമായി നല്ല ബന്ധമുള്ള സമയത്ത് അദ്ദേഹം അതിൻ്റെ തലവനായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. പിന്നെ ദാറുസ്സലാം എന്ന് പറയുന്നൊരു മക്തബയുണ്ട് ഗ്രന്ഥാലയത്തിൻ്റെ, അതിൻ്റെ മുഷരിഫായിട്ട് മേൽനോട്ടും കാര്യങ്ങളുമായിട്ട് അദ്ദേഹം സൗദിയിലെ റിയാദിൽ കുറച്ചു കാലം ഉണ്ടായിട്ടുണ്ട്. റഹീഖുൽ മഖ്തൂം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഈ കിതാബ് 15ഓളം മറ്റ് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. 15ഓളം മറ്റ് ഭാഷകളിലേക്ക്. ഇതല്ലാത്ത മറ്റ് ചില കിതാബുകളും ഗ്രന്ഥങ്ങളും അദ്ദേഹത്തിനുണ്ട്. മിന്നത്തുൽ മുൻഇം എന്ന് പറയുന്ന സഹീഹ് മുസ്ലിമിന് ശറഹ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പിന്നെ ഇബ്റാസുൽ ഹഖ് വസ്സവാബി ഫി മസ്അലത്തി സുഫൂരി വൽ ഹിജാബ്, സ്ത്രീകളുടെ ഹിജാബുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തിന് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. മറ്റു പല ഗ്രന്ഥങ്ങളും അദ്ദേഹത്തിൻ്റെതായിട്ട് രചിക്കപ്പെട്ടത് ഉണ്ട് താനും. റഹീഖുൽ മഖ്തൂം എന്ന് പറയുന്ന ഈ പുസ്തകം അദ്ദേഹം എഴുതാനുണ്ടായ കാരണം 1976-77 കാലഘട്ടത്തിൽ ഹിജറ 1396 വർഷത്തിൽ റാബിത്തത്തുൽ ആലമുൽ ഇസ്ലാമി പാകിസ്ഥാനിൽ വെച്ച് സംഘടിപ്പിച്ച ഒരു സമ്മേളനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഒരു മത്സരം, ഒരു മുസാബക്ക നടത്തണം. അതിൽ ആ വിഷയത്തിൽ അവഗാഹമുള്ള പണ്ഡിതന്മാർ അവരുടെ അഭിപ്രായങ്ങൾ എഴുതി രേഖപ്പെടുത്തി ഗ്രന്ഥങ്ങൾ കൊണ്ടുവരുന്നൊരു മത്സരം നമുക്ക് നടത്തണം എന്ന് പറഞ്ഞ് അവിടെ വെച്ച് തീരുമാനമുണ്ടായി റാബിത്തത്തുൽ ആലമുൽ ഇസ്ലാമി. അങ്ങനെ അത് അവർ അനൗൺസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ഇസ്ലാമിക ലോകത്തും മുസ്ലിം രാജ്യങ്ങളല്ലാത്ത സ്ഥലങ്ങളിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങളായ ആളുകളും പണ്ഡിതന്മാരും അതിലേക്ക് അവരുടെ കൃതികൾ എഴുതി അയക്കുകയാണ് ചെയ്തത്. ആ കൂട്ടത്തിൽ ഇദ്ദേഹവും തന്നെ റഹീഖുൽ മഖ്തൂം എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവചരിത്രത്തിനെക്കുറിച്ച് വിശകലനം ചെയ്തുകൊണ്ട് ഈ പറയുന്ന ഗ്രന്ഥം എഴുതി അദ്ദേഹം അയച്ചു എന്നുള്ളത്. അതിൽ ഒന്നാമത്തെ സമ്മാനമായിട്ട് അവർ നൽകിയിരുന്നത്, റാബിത്ത നൽകിയിരുന്നത് 50,000 റിയാലായിരുന്നു.
ഏറ്റവും ആദ്യം വിജയിക്കുന്ന ഒന്നാമത്തെ സമ്മാനാർഹനായ ആൾക്ക് അവർ സമ്മാനമായിട്ട് നൽകാൻ തീരുമാനിച്ചത് 50,000 സൗദി റിയാലായിരുന്നു. അദ്ദേഹം പറയുകയാണ്, അള്ളാഹുവിൻ്റെ ഫള് കൊണ്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ സമ്മാനത്തിന് അർഹൻ, ഒന്നാമത്തെ സ്ഥാനത്തിന് അദ്ദേഹം ഉടമയായി എന്നുള്ളത്. അങ്ങനെയാണ് ഈ പുസ്തകം തിരഞ്ഞെടുക്കപ്പെടുകയും റാബിത്തയുടെ ചെലവിൽ തന്നെ ഈ പുസ്തകം അറബിയിലും അറബി അല്ലാത്ത മറ്റ് ഭാഷകളിലും ഇത് പ്രിന്റ് ചെയ്ത് ലോകത്തിൻ്റെ മുസ്ലിം രാജ്യങ്ങളിലും അല്ലാത്ത രാജ്യങ്ങളിലും മുസ്ലിമീങ്ങൾക്കൊക്കെ ഇത് വിതരണം ചെയ്തു അവർ എന്നുള്ളതാണ്. അങ്ങനെയാണ് അദ്ദേഹം ഈ ഗ്രന്ഥം രചിക്കാനുണ്ടായ കാരണം അതാണ്. തുടക്കത്തിൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പറയുന്നതിൻ്റെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബിയായിരുന്നു, അറബി രാജ്യത്ത് ജീവിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ അറേബ്യൻ രാജ്യത്തിനെ കുറിച്ച് ചെറിയ നിലക്കുള്ള വിശദീകരണങ്ങൾ, ആ രാജ്യത്ത് പ്രവാചകന്റെ മുമ്പ് ഉണ്ടായിരുന്ന അവിടുത്തെ സാമൂഹികമായ അന്തരീക്ഷം, ഭരണകൂടങ്ങൾ, രാഷ്ട്രീയമായ സാഹചര്യങ്ങൾ, അതിനെക്കുറിച്ച് ചെറിയ നിലക്ക് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ആ പറഞ്ഞത് പൂർണ്ണമായി ഒരു പക്ഷേ ഞാൻ പറയണമെന്നില്ല, നമുക്ക് അത്യാവശ്യമായി അറിയുന്ന ഉദാഹരണം പറയാം. അപ്പോൾ ഇസ്മായിൽ നബിനെ കുറിച്ച് ഇബ്രാഹിം നബിയുടെ ചരിത്രം അതിൽ പറയുന്നുണ്ട്. അങ്ങനത്തെ അത്യാവശ്യമുള്ള ചില ഭാഗങ്ങൾ ഞാൻ ഒന്ന് വായിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലേക്ക് അദ്ദേഹം കടന്ന ഭാഗം അള്ളാഹുവിൻ്റെ ഫضل കൊണ്ട് ചെറിയ നിലക്ക് നമ്മൾ പറഞ്ഞ് കേട്ടു പോകാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നല്ല നിലക്ക് ഇത് പറയാനും കേൾക്കാനും അള്ളാഹു നമുക്ക് സഹായിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിൽ നിന്ന് മാതൃക ഉൾക്കൊണ്ട് ആ പ്രവാചകനെ മാതൃകയാക്കി ജീവിക്കാൻ അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും മുസ്ലിമീങ്ങളായ ആളുകൾക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആ പ്രവാചകനെ മാതൃകയാക്കി നമ്മൾ ജീവിക്കുന്നത് കാരണം ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, വിരുദ്ധ ചേരിയിലുള്ള ആളുകൾക്ക് ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും യഥാർത്ഥ ദീനിലേക്ക് അവർക്ക് ആകൃഷ്ടരാകാനും അത് കാരണമാവുകയും ചെയ്യുമാറാവട്ടെ. പല ആളുകളുടെയും പ്രവർത്തനങ്ങൾ ദീനുൽ ഇസ്ലാമിലേക്ക് വരാൻ ആഗ്രഹമുള്ള, താല്പര്യമുള്ള ആളുകളെപ്പോലും അതിൽ നിന്ന് തടയുന്ന നിലക്കുള്ള പ്രവർത്തനങ്ങളാണ്. അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഒരിക്കലും നമ്മുടെ ഭാഗങ്ങളിൽ, വാക്ക് പ്രവർത്തികളിൽ നിന്ന് ഒരിക്കലും അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവാൻ ഇടയാവരുത്. നാം ജാഗ്രത പാലിക്കുകയും വേണം. സഫിയുർ റഹ്മാൻ അദ്ദേഹം പറയാണ്, മൗഖിഉൽ അറബി റഹിമഹുള്ള പറയാണ്, മൗഖിഉൽ അറബി വ അൻവാ വ അഖ്വാമുഹ, അറേബ്യൻ രാജ്യത്തിൻ്റെ സ്ഥിതി, അവിടെയുള്ള ജനങ്ങളുടെ സ്ഥിതി. ഇന്ന സീറത്തൻ നബവിയ്യത അലാ സാഹിബിഹ അസ്സലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ എന്ന് പറയുന്നത് ഹിയ ഫിൽ ഹഖീഖത്തി ഇബാറത്തുൻ അനി റിസാലത്തില്ലത്തി ഹമലഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവചരിത്രം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ റസൂൽ ഏറ്റെടുത്ത് കൈമാറിയ, എത്തിച്ചു തന്ന ആ പ്രബോധനം, ആ സന്ദേശം, അതാണ് യഥാർത്ഥത്തിൽ റസൂലിൻ്റെ ജീവചരിത്രം എന്ന് പറയുന്നത്. മനുഷ്യ സമൂഹങ്ങളിലേക്ക് ആ റസൂല് എത്തിച്ചു തന്ന ആ സന്ദേശമാണ്, വാക്കാലും പ്രവർത്തിയാലും. വതൗജീഹൻ വസുലൂക്കൻ, മാർഗനിർദ്ദേശങ്ങളാലും വഴികളാലും. വഖല്ലബ ബിഹാ മവാസീനുൽ ഹയാ, മനുഷ്യരായ ആളുകളുടെ ജീവിതത്തിൻ്റെ ലെവല് ആ പ്രവാചകൻ വന്ന് മാറ്റിമറിച്ചു എന്നുള്ളത്. ജാഹിലിയ കാലഘട്ടം എന്ന് പറയുന്നത് അതിന് മാത്രം കുത്തഴിഞ്ഞതും അധപ്പതിച്ചതുമായിരുന്നു. മനുഷ്യരല്ലാത്ത ഒരു സ്വഭാവത്തോടു കൂടെ ജീവിക്കുന്ന, കാലികളിലേറെ, നാൽക്കാലികളിലേറെ അധപ്പതിച്ചുകൊണ്ട് ആളുകൾ ജീവിക്കുന്ന ഒരു സമൂഹമായിരുന്നു അതിൻ്റെ മുമ്പുണ്ടായിരുന്നത്. ആ പറയുന്ന ലെവലിനെ പൂർണ്ണമായി മാറ്റിമറിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സന്ദേശവുമായി വന്നു എന്നുള്ളത്. ഫബദ്ദല മക്കാന സയ്യിഅത്തിൽ ഹസന, തിന്മയുടെ സ്ഥാനത്ത് പ്രവാചകൻ നന്മ കൊണ്ടുവന്നു. വഅഖ്റജ ബിഹന്നാസ മിനൽ ദുലുമാതി ഇലൻ നൂർ, ഇരുൾമുറ്റിയ അന്തരീക്ഷത്തിൽ നിന്ന്, സ്വഭാവ വിശേഷണങ്ങളിൽ നിന്ന് ആളുകളെ ആ ഇരുളിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നു. വമിൻ ഇബാദത്തിൽ ഇബാദി ഇല ഇബാദത്തില്ല, ആളുകളെ ആരാധിക്കുന്ന അവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്നു. മനുഷ്യരെ തന്നെ ആരാധിക്കുന്ന, ഇന്നും തന്നെ വിഗ്രഹ ആരാധകരായ ആളുകളും മറ്റും ആ പണി ഇന്നും യഥേഷ്ടം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിലൊക്കെ നമുക്കത് വളരെ വ്യക്തമായി അറിയുന്നതാണ്. അപ്പോൾ മനുഷ്യർ അടിമകളെ ഇബാദത്ത് ചെയ്യുന്നതിന് പകരം അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നതിലേക്ക് കാര്യങ്ങളെ എത്തിച്ചു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹത്താ അദ്ദല ഖത്ത താരിഖി വഗയ്യറ മജ്റൽ ഹയാത്തി ഫിൽ ആലമിൽ ഇൻസാനി, മനുഷ്യലോകത്ത് ജീവിതത്തിൻ്റെ സഞ്ചാരപാത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റിമറിച്ചു. ചരിത്രത്തിൻ്റെ രേഖ അള്ളാഹുവിൻ്റെ റസൂൽ ശരിയായ ദിശയിലേക്ക് കൊണ്ടുവന്നും ചെയ്തു. ചരിത്രം അത് വികലമായി സഞ്ചരിക്കുകയായിരുന്നു. ആളുകൾ അത് ശരിയായ രേഖയിലേക്ക്, ശരിയായ വഴിയിലേക്ക് കൊണ്ടുവന്നു.
ولا يتم إحضار هذه الصورة الرائية إلا بعد المقارنة بين البيئة التي سبقت هذه الرسالة بين ما آلت إليه بعدها. പ്രവാചകന്റെ ജീവചരിത്രം ഒരാൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പ്രവാചകൻ വരുന്നതിൻ്റെ മുമ്പ് ലോകത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു, പ്രവാചകൻ വന്നതിൻ്റെ ശേഷം ലോകത്തിൻ്റെ അവസ്ഥ എന്തായി എന്ന് താരതമ്യം ചെയ്യുമ്പോഴേ അത് കൃത്യമായിട്ട് ഒരാൾക്ക് അറിയാൻ കഴിയുള്ളൂ. അങ്ങനെ ഒരാൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിൻ്റെ മുമ്പ് സമൂഹങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു, ഭരണകൂടങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്തു, ജനങ്ങളെ എങ്ങനെ ഭരണം നടത്തി, ആളുകൾ എങ്ങനെ ഈ ലോകത്ത് ജീവിച്ചു എന്നുള്ള ചെറിയ നിലക്ക് നമ്മളൊന്ന് അറിയണം എന്ന് ഷെയ്ഖ് പറഞ്ഞുകൊണ്ട് പറയാണ്, മൗഖിഉൽ അറബ്, അറബികൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന അവരുടെ പ്രദേശം, അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഈ അറബി എന്ന് പറയുന്ന വാക്ക് കലിമത്തുൽ അറബി തുംബിഉ അനി സഹാറ വൽ ഖിഫാർ, ഒരുപാട് മരുഭൂമി, ഒരുപാട് വിജനമായ പ്രദേശങ്ങൾ, ഇതാണ് അറബ് എന്ന് പറഞ്ഞ വാക്ക് തന്നെ സൂചിപ്പിക്കുന്നത് അതിനെ. എന്നല്ലാതെ പച്ചപ്പുകൾ ധാരാളം, കൃഷിത്തോട്ടങ്ങൾ ധാരാളം, കൃഷിയോഗ്യമായ തടാകങ്ങൾ, പുഴകൾ, തോടുകൾ, ഇതുപോലത്തെ സമൃദ്ധമായ ജീവിതത്തിന് ഉപകാരപ്രദമായ സാഹചര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത ഒരുപാട് മണൽ പ്രദേശങ്ങൾ ഇന്നും അങ്ങനെയാണ്. അതേപോലെ ജനവാസമില്ലാത്ത ഒഴിഞ്ഞു കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ, ചിലത് കാടുകളുണ്ടാകും, ചിലത് വിജനമായ പ്രദേശങ്ങളുണ്ടാകും. ഇതാണ് അറബ് എന്ന് പറഞ്ഞ വാക്ക് തന്നെ അതിനെയാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ വൽ അർദിൽ മുജ്ദിബത്തില്ലതി ലാ മാഅ ഫീഹാ വലാ നബൗ, സസ്യങ്ങൾ അവിടെ ഇല്ല, ആളുകൾക്ക് ഉപയോഗിക്കാനുള്ള ശരിയായ വെള്ളം അവിടെ ഇല്ല. ഇനി വെള്ളം ഉണ്ടെങ്കിൽ തന്നെ അത് ഉപ്പുവെള്ളമാണ് ധാരാളമുള്ളത്, ശരിയായ നമുക്കൊക്കെ ഒന്ന് ലഭിക്കുന്നത് പോലത്തെ വെള്ളവുമില്ല. മനുഷ്യ താമസത്തിന് അനുയോജ്യമായ സാഹചര്യങ്ങൾ ഒന്നുമില്ലാത്തത്. അതേപോലെ വഖദ് ഉത്ലിഖ ഹാദൽ ലഫ്ളു മുൻദു അഖ്ദമിൽ ഉസൂരി അല ജസീറത്തുൽ അറബ്, ജസീറത്തുൽ അറബി എന്ന് പറയുന്ന ആ പ്രദേശത്തിന് ഉപദ്വീപ് എന്ന് പറയാൻ കാരണം പൂർണ്ണമായി വെള്ളം കൊണ്ട് ചുറ്റിയതല്ല, ചില ഭാഗങ്ങൾ കരയുണ്ട്, എന്നാൽ അതിൻ്റെ മുക്കാൽ ഭാഗങ്ങളും കടലുകൾ കൊണ്ട് വലയം ചെയ്യപ്പെട്ട പ്രദേശമാണ്. ആ പറയുന്നതിനാണ് പഴയ കാലം മുതൽ തന്നെ അറബി എന്ന് പറയുന്ന ആ വാക്ക് അതിൻ്റെ മേൽ പറയലുണ്ട്. കമാ ഉത്ലിഖ അലാ ഖൗമിൻ ഫഖതനു തിൽക്കൽ അർള വത്തഖദുഹാ മൗത്തിനൻ ലഹും, ആ രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങൾക്കും അറബികൾ പറയും, ആ പ്രദേശത്തിനും അറബ് എന്ന് പറയും. ഇതാണ് അറബ് എന്നുള്ള വാക്ക് പഴയ കാലത്തിന്, ഇസ്ലാമിൻ്റെ മുമ്പ് തന്നെ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. ജസീറത്തുൽ അറബി എന്ന് പറയുന്നത് യഹുദ്ദുഹാ ഗർബൻ അൽ ബഹറുൽ അഹ്മർ, അതിൻ്റെ പടിഞ്ഞാറ് ഭാഗം ചെങ്കടലാണ്. വഷിബുഹു ജസീറത്തി സീന, അതേപോലെ തന്നെ സീന പർവ്വതം എന്ന് പറയുന്ന ഫലസ്തീൻ്റെയും മിസ്റിൻ്റെയും ഇടയിലുണ്ടായിരുന്ന ആ ഭാഗമാണ്. പിന്നെ മറ്റൊന്ന് ഷർക്കൻ, അതിൻ്റെ കിഴക്ക് ഭാഗം അൽ ഖലീജുൽ അറബിയ, ഗൾഫ് കടലാണ് അതിൻ്റെ കിഴക്ക് ഭാഗത്തുള്ളത്. വജുസുഉം മിൻ ബിലാദിൽ ഇറാഖി അൽ ജനൂബിയ, ഇറാഖിൻ്റെ കുറച്ച് ഭാഗങ്ങളും കരയായിട്ട് ഉണ്ട് താനും. വ ജനൂബൻ, തെക്ക് ഭാഗം ബഹറുൽ അറബി എന്ന് പറയുന്ന അറേബ്യൻ കടൽ, അല്ലദീ ഹുവ ഇംതിദാദുൽ ലി ബഹറിൽ ഹിന്ദ്, ഇന്ത്യൻ മഹാസമുദ്രം എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് പറയുന്ന ആ സമുദ്രം അങ്ങനെ പോയി പിന്നെ അറേബ്യൻ നാടുകൾ എത്തുമ്പോൾ അറബിക്കടൽ എന്ന് പറയുന്ന ആ ഭാഗമാണ് അതിൻ്റെ തെക്ക് ഭാഗം. വ ഷിമാലൻ, അതിൻ്റെ വടക്ക് ഭാഗം ബിലാദു ഷാമി വജുസുഉം മിൻ ബിലാദിൽ ഇറാഖ്, ഇറാഖിൽപ്പെട്ട കുറച്ച് ഭാഗവും ഷാമിൻ്റെ രാജ്യം എന്ന് പറയുന്നത് ഫലസ്തീൻ, സിറിയ എന്നൊക്കെ പറയും, ജോർദാൻ എന്ന് പറയുന്ന ആ പ്രദേശങ്ങൾ. കരയാണ്, ആ ഭാഗത്ത് കരണ്ട്. ഇങ്ങനെ ഭാഗങ്ങൾ, ചില ഭാഗങ്ങളിൽ കടലാണ് മിക്കവാറും, മറ്റ് ചില ഭാഗങ്ങളിൽ കരയുമുണ്ട്. ഇതാണ് ഇപ്പോൾ ജസീറത്തുൽ അറബിൻ്റെ ഭൂപ്രകൃതി, ഏകദേശം അതിൻ്റെ അതിരുകളും അതിൻ്റെ പരിധികളും അങ്ങനെയാണ്. അൽ ഇഖ്തിലാഫിൻ ഫീ ബഅദി ഹാദിഹിൽ ഹുദൂദ്, ഈ പരിധികളിൽ അതിരുകളിൽ ചില വ്യത്യാസങ്ങൾ ചരിത്രകാരന്മാരായ ആളുകളും മറ്റും രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും പൊതുവിൽ ഇങ്ങനെയാണ്. വതുഖദ്ദറു മസാഹത്തുഹാ മാ ബൈന മില്യോൻ മീലിൻ മുറബ്ബഇൻ ഇലാ മില്യോനിൻ വസലാസുമിയത്തി അൽഫി മീലിൻ മുറബ്ബഇൻ, അതിൻ്റെ ഏകദേശം അതിൻ്റെ സമചതുരത്തിലുള്ള അതിൻ്റെ വിശാലത നോക്കുകയാണെങ്കിൽ 3 മില്യൺ കിലോമീറ്റർ, 3.2 മില്യൺ കിലോമീറ്റർ മുറബ സമചതുരത്തിലുള്ള ഭൂപ്രദേശത്തിനാണ് ജസീറത്തുൽ അറബ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഭാഗം ചെങ്കടലാണ്, മറ്റൊരു ഭാഗം ഗൾഫ് കടലാണ്, വേറെ ഭാഗത്ത് അറബിക്കടൽ എന്ന് പറയുന്ന ഇന്ത്യ സമുദ്രത്തിൻ്റെ അതിൻ്റെ തുടർച്ചയായുള്ള ഭാഗമാണ്, വേറെ കുറച്ച് ഭാഗങ്ങളിൽ കരയുമാണ്. ഇതുകൊണ്ട് ഇങ്ങനെ വലയം ചെയ്യപ്പെട്ട പ്രദേശത്തിനാണ്. ജസീറത്തുൽ അറബ് വലി ജസീറത്തുൽ അറബി അഹമ്മിയത്തുൻ ബാലിഗത്തുൻ മിൻ ഹൈസു മൗഖിഅഹാ അത്വബീഇ വൽ ജഗ്റാഫി, പ്രകൃതിപരമായിട്ടും അതേപോലെ തന്നെ ഭൂമിശാസ്ത്രപരമായിട്ടും മറ്റ് ഭൂമിയിലുള്ള മറ്റ് രാജ്യങ്ങളെക്കുള്ള അപേക്ഷ നോക്കുകയാണെങ്കിൽ ജസീറത്തുൽ അറബിന് അമിതമായ പ്രാധാന്യമുണ്ട് എന്നുള്ളത്. അമിതമായ, ഒരു ഭാഗത്ത് കരയാണ്, ആളുകൾക്ക് എത്തിച്ചേരാൻ പറ്റും, മറ്റൊരു ഭാഗത്ത് കടലാണ്, ആളുകൾക്ക് അതിലെ കടൽ മാർഗം എത്തിച്ചേരാൻ പറ്റുന്ന
മറ്റ് ലോകത്തുള്ള രാജ്യങ്ങൾ അപേക്ഷിച്ചുള്ള നോക്കുകയാണെങ്കിൽ ഈ പറയുന്നതിന് പ്രകൃതിപരമായിട്ടും അതേപോലെ ഭൂമിശാസ്ത്രപരമായിട്ടും അതിപ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ജസീറത്തുൽ അറബ്. فإنها في وضعها الداخلي محاطة بالصحارى والرمال من كل جانب. അതിൻ്റെ ഉള്ളിൽ ചെന്ന് നോക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തും ഈ പറഞ്ഞതുപോലെ മണലുകളും മണൽ പ്രദേശങ്ങളും അതേപോലെ തന്നെ ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങൾ ജനവാസത്തിന് അനുയോജ്യമല്ലാത്ത പ്രദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ വലി അജലിഹാദ അൽ വദഇ സ്വാറത്തിൽ ജസീറത്തു ഹിസ്നൻ മനിഅൻ ലം യസ്തതിൽ അജാനിബു അൻ യഹ്തല്ലുഹ. മറ്റ് വിദേശികളായ ആളുകൾക്ക് ഈ പറയുന്ന ജസീറത്തുൽ അറബിനെ നമ്മുടെ രാജ്യം പോലത്തെ രാജ്യങ്ങൾ അധീനപ്പെടുത്താൻ സാധിച്ചില്ല എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജസീറത്തുൽ അറബിൽ ഇന്ന് നമ്മൾ കാണുന്ന ഖൈറാത്തുകളും ബറക്കാത്തുകളും ധാരാളം അതിൻ്റെ മണലിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നു. ലോകത്തുണ്ടായിരുന്ന ആധിപത്യത്തിൻ്റെയും അധിനിവേശത്തിൻ്റെയും ആളുകൾ ലോകത്ത് മുഴുവനും അവർ ചെന്ന് അവിടെയുള്ള ഖൈറാത്തുകളും ബറക്കാത്തുകളും അവർ കട്ടുകൊണ്ടുപോയി അക്രമവും അനീതിയും കാണിച്ച് കൊണ്ടുപോയപ്പോൾ ഇങ്ങോട്ട് അവർ തിരിഞ്ഞു നോക്കിയതേയില്ല. അവിടെ അവർക്ക് വേണ്ട സാധനങ്ങളൊന്നും ഇല്ല തന്നെ, ഖൈറാത്തുകളൊന്നും പ്രത്യക്ഷത്തിലില്ല. യഥാർത്ഥത്തിൽ ഇന്ന് ഈ കാണുന്ന നിഅമത്തുകളും സമ്പത്തുകളും അതിൻ്റെ സ്രോതസ്സുകളും മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മണലിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അങ്ങനെ ലോകത്തുണ്ടായിരുന്ന ആധിപത്യ ശക്തികളാരും തന്നെ ഈ പറയുന്ന ജസീറത്തുൽ അറബിനെ അവർ അധീനപ്പെടുത്താൻ വന്നില്ല. അവർ അവിടെ വബസത്തു അലൈഹ സൈതറത്തുഹും വനുഫൂദ്, മറ്റ് രാജ്യങ്ങളിലൊക്കെ അവർ ചെയ്തതുപോലത്തെ ഈ ഒരു ആക്രമണം ആധിപത്യം അവരവിടെ ചെയ്തില്ല എന്നുള്ളത്. വലിദാലിക നറാ സുക്കാനിൽ ജസീറത്തി അഹ്റാറൻ ഫി ജമീഇ ശുഊനി മുൻദു അഖ്ദമിൽ ഉസൂർ. അതുകൊണ്ട് തന്നെ മുൻകാലം തന്നെ ഇസ്ലാമിൻ്റെ മുമ്പ് അടക്കം ജസീറത്തുൽ അറബിൽ ജീവിക്കുന്ന ആളുകൾ പൂർണ്ണ സ്വതന്ത്ര മാനസികാവസ്ഥ ഉള്ള ആളുകളാണ്. മറ്റുള്ളവരെ പോലത്തെ ഒരു അടിമ മനോഭാവം, മറ്റു ലോകത്തുള്ള ആളുകൾ ശത്രുക്കൾ വന്ന് ആധിപത്യം പുലർത്തിയിട്ട് പേടിച്ച് ഭീഷണിപ്പെടുത്തി ഒരു അടിമ മനോഭാവം ഈ അറബികൾക്ക് അന്നുമില്ല ഇന്നുമില്ല. അവരെ ആ ഭൂപ്രദേശത്ത് മറ്റ് ആരും തന്നെ വന്ന് ആധിപത്യം പുലർത്തുകയും ചെയ്തിട്ടില്ല. മാ അന്നഹും കാനു മുജാബിരീന ലി ഇംറാത്തൂരിയത്തൈൻ അളീമത്തൈൻ. അന്നത്തെ ഏറ്റവും വലിയ വൻശക്തികളായ രണ്ട് രാജ്യക്കാർ ഇവരുടെ അടുത്തുണ്ട് താനും. ഒന്ന് റോമക്കാരുണ്ട്, മറ്റൊന്ന് പേർഷ്യക്കാരുമുണ്ട്. മറ്റൊന്ന് പേർഷ്യക്കാരുമുണ്ട്. പക്ഷെ അവർ പോലും ഇവിടെ ആധിപത്യം നടത്താനോ ഇവരെ വന്ന് എന്തെങ്കിലും ചെയ്യാനോ അവർ തുനിഞ്ഞില്ല എന്നുള്ളത്. കാരണം അവർക്ക് ഉദ്ദേശിച്ച സമ്പത്തോ കാര്യങ്ങളോ ഇവിടുന്ന് ലഭിക്കാൻ അവരുടെ കണ്ണിൽ കണ്ടില്ല എന്നുള്ളതാണ്. ലം യകൂനു യസ്തതിഊന ദഫഅ ഹജ്മാതിഹിമാ ലൗലാ ഹാദ സദ്ദുൽ മനി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹിക്മത്ത് കൊണ്ട് ഇങ്ങനത്തെ ഒരു സംവിധാനം ഇവർക്ക് ഒരുക്കി കൊടുത്തത് കൊണ്ട്, അഥവാ മണൽ പ്രദേശമാണ്, ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശമാണ്, ആളുകൾക്ക് ആവശ്യമില്ലാത്ത പ്രദേശമായതുകൊണ്ട് ഈ ഒരു സംരക്ഷണം ഈ അറബികൾക്ക് ഒരുക്കി കൊടുത്തത് കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് അവിടെ ആക്രമണം നടത്താനോ ആധിപത്യം നടത്താനോ അവർ തുനിഞ്ഞില്ല, അവർ ലക്ഷ്യം വെച്ചതുമില്ല. വഅമ്മാ ബിന്നിസ്ബതി ഇലൽ ഖാരിജ്, ഈ പറയുന്ന ജസീറത്തുൽ അറബിൻ്റെ പുറത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫഇന്നഹ തഖഉ ബൈനൽ ഖാറാത്തിൽ മഅറൂഫത്തി ഫിൽ ആലമിൽ ഖദീം. ലോകത്തറിയപ്പെട്ട വലിയ വൻകരകൾ ഏഷ്യ, യൂറോപ്പ്, അമേരിക്ക, ആഫ്രിക്ക പോലത്തെ ഈ വൻകരകളുടെ ഇടയിലാണ് ഈ ഖലീജുൽ അറബ്, ഈ ജസീറത്തുൽ അറബ് സ്ഥിതി ചെയ്യുന്നത്. വതൽതഖി ബിഹി ബർറൻ വബഹറൻ, കടലിൽ കൂടെയും കരയിൽ കൂടെയും അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ വെച്ച് പോകാനും ബന്ധപ്പെടാനും കഴിയും. ഫഇന്ന നാഹിയതഹ ശിമാലിയത അൽ ഗർബിയത, അതിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗം ബാബുൽ ലിദ്ഖൂലി ഇലാ ഖാറത്തി ഇഫ്രീഖിയ, മിസ്ർ, അതേപോലെ തന്നെ തുനീസ്, ലിബിയ പോലത്തെ ആഫ്രിക്കയിലേക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. വതൽതഖി ബിഹി തൈം വനാഹിയതുഹ അശ്ശിമാലിയത്തു ഷർഖിയ, അതിൻ്റെ കിഴക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന മിഫ്താഹുൽ ഖാറത്തി ഉറൂബ, യൂറോപ്പിലേക്ക് പോകാൻ പറ്റുന്ന വഴി അതിലുണ്ട്. വന്നാഹിയത്തു ഷർഖിയത്തു തഫ്തഹു അബ്വാബൽ അജം, അതിൻ്റെ കിഴക്ക് ഭാഗത്തിൽ കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഫാരിസ്, അതിൻ്റെ ഭാഗങ്ങൾ ഇറാന്, അവിടുന്ന് കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ, സിന്ധ്, പാകിസ്ഥാൻ പോലത്തെ ഈ പറയുന്ന പ്രദേശങ്ങളിലേക്ക് അതിൽ കരമാർഗം പോകാൻ കഴിയും. വമിൻ സമ്മ ആസിയൽ ഉസ്താവ ജനൂബുഹാവ ഷർഖുൽ ബൈദ്, മറ്റുള്ള പ്രദേശങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയും. വകദാലിക തൽതഖി കുല്ലു ഖാറത്തിൻ ബിൽ ജസീറത്തി ബഹർ, കടൽ മാർഗത്തിൽ കൂടെയും ഈ ജസീറത്തുൽ അറബിയയിലേക്ക് മറ്റുള്ള വൻകരകളിൽ നിന്ന് വന്നു ചേരാനും പോകാനും കഴിയും. വതുർസി സുഫ്നഹ വബവാഖിറഹ അലാ മീനാഇൽ ജസീറത്തി റഅസ്, അതിൻ്റെ കപ്പലുകളും അതിൻ്റെ വാഹനങ്ങളും അവിടെ വന്ന് നങ്കൂരമിടാനൊക്കെ കഴിയുന്ന അവസ്ഥയിലായിരുന്നു. അഥവാ ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ നിലക്കും, യാത്രക്കും കച്ചവടങ്ങൾക്കും ആളുകളുടെ ജീവിത ഉപാധികൾക്കും അഭിവൃദ്ധിപ്പെടാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലത്താണ്. പക്ഷേ ഇവരുടെ നാട്ടിൽ ഈ പറയുന്ന സംവിധാനങ്ങളൊന്നും അല്ലാഹു നൽകിയതും കൊടുത്തതുമില്ല എന്ന് ചുരുക്കത്തിൽ. വലി അജ്ലി ഹാദൽ വദഇൽ ജഗ്റാഫി, ഭൂമിശാസ്ത്രപരമായ ഈ ഒരു അവസ്ഥയിലായിരുന്നു ജസീറത്തുൽ അറബ്. കാരണം
കാന ഷിമാലു ജസീറത്തി വ ജനൂബുഹ മൗഇലൻ ലിൽ ഉമം. അതുകൊണ്ട് തന്നെ ഈ ജസീറത്തുൽ അറബിൻ്റെ പടിഞ്ഞാറും അതിലെ തെക്ക് ഭാഗങ്ങളൊക്കെ ലോകത്തുള്ള മറ്റ് ആളുകളൊക്കെ വന്ന് താമസിച്ച് ആവാസ കേന്ദ്രമാക്കി തീർത്തു എന്നുള്ളത്. വ മർകസൻ ലിതബാദുലി തിജാറത്തി വ സഖാഫത്തി വ ദിയാനത്തി വൽ ഫുനൂൻ. ആളുകളുടെ മതപരമായ കാര്യങ്ങൾ, സാംസ്കാരികമായ കാര്യങ്ങൾ, കച്ചവടങ്ങളൊക്കെ അവർക്ക് കൈകാര്യം ചെയ്യാൻ ഏറ്റവും നല്ല സെൻറ്ററായിട്ട് ജസീറത്തുൽ അറബിനെ അവർ ഉപയോഗിച്ചു. ജസീറത്തുൽ അറബിൻ്റെ ഉള്ളിൽ ഇതൊന്നും ഇല്ലെങ്കിലും മറ്റ് ലോകത്തിൽ നിന്ന് അത് അങ്ങോട്ട് കൊണ്ടുവരാനും അങ്ങോട്ട് പോകാനും വരാനും ഏറ്റവും നല്ല പറ്റുന്ന ഒരു പ്രദേശമായിരുന്നു ജസീറത്തുൽ അറബ്. വഅമ്മ അഖ്വാമുൽ അറബി, അറബികളായ ജനങ്ങളുടെ അവസ്ഥ, ഫഖദ് ഖസ്സമഹ അൽ മുവറിഖൂൻ ഇലാ സലാസത്തി അഖ്സം, 3 വിഭാഗം ആളുകളായിരുന്നു ഈ ജസീറത്തുൽ അറബിൽ താമസിച്ചിരുന്നത്. ബിഹസ്ബി അദ്ദലാലാത്തി അസ്സുലാലാത്തില്ലത്തി യൻഹദിറൂന മിന്ന, അവർ പെരുകി വളർന്നു വന്ന തലമുറകൾ നോക്കിയാൽ 3 വിഭാഗം. ഒന്നാമത്തത് അൽ അറബുൽ ബാഇദ എന്ന പേരിൽ അറിയപ്പെടുന്നത്, നാമാവശേഷമായി പോയ അറബികൾ. അവരുടെ ചരിത്രമൊന്നും ഇന്ന് ഖുർആനിൽ കൂടെ ഹദീസിൽ കൂടെ വന്ന ചുരുക്കം ചില കാര്യങ്ങളല്ലാതെ മറ്റ് വിശദമായ ചരിത്രങ്ങളും കാര്യങ്ങളും അറിയാത്ത അൽ അറബുൽ ബാഇദ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വഹും അൽ അറബുൽ ഖുദാമല്ലദീന ഇൻഖറദു തമാമൻ, പൂർണ്ണമായിട്ട് അവരുടെ ചരിത്രം അറ്റുപോയിട്ടുണ്ട്, ഈ ലോകത്തിൽ നിന്ന് നാമാവശേഷമായി പോയിരുന്നു. വലം യകുൻ അൽ ഹുസൂലു അലാ തഫാസീലി കാഫിയ അലാ താരീഖിഹിം, അവരുടെ ചരിത്രം വിശദമായി നമുക്കറിയില്ല. ഖുർആനിൽ കൂടെ ചുരുക്കം വന്നത്, ഹദീസിൽ കൂടെ വന്നതുണ്ടെങ്കിൽ അത് മാത്രം. ഏതുപോലെ മിസ്ല ആദിൻ വ സമൂദ്, ആദ് സമൂദിനെ കുറിച്ച് ഖുർആനിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകൾ അവരെ കുറിച്ചുള്ള ചെറിയ വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട്. ആദ് സമൂദ്, തസം, ജദീസ്, അംലാഖ്, ഉമൈം, ജുർഹും, ഹളൂർ, വബാർ, അബീൽ, ജാസിം, ഹളറമൗത്ത് വഗൈരിഹ, ഇതുപോലത്തെ ആളുകൾ വലിയ വലിയ തലമുറകളായിരുന്നു. ഈ ആദ് സമൂദിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ റിയാദിൽ പോയ സമയത്ത് ഷെയ്ഖ് മുഹമ്മദ് റംസാൻ ഹാജിരി ഹഫിളഹുല്ലാ ജുമാ നിസ്കാരത്തിൻ്റെ ശേഷം അദ്ദേഹത്തിന് ദർസുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഖിയാമത്ത് നാളിൻ്റെ അടയാളവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന ആ ഭാഗത്ത് ഷെയ്ഖ് ഹഫിളഹുല്ലാ പറയാണ്, ഒരു പക്ഷേ ഖിയാമത്ത് നാളിന് അടുത്ത സമയത്ത് കുതിരയും വാളും അതിൻ്റെ യുദ്ധങ്ങളെക്കാരെ കുറിച്ചൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അന്നത്തെ ഫാരിസുകൾ കുതിരക്കാർ, മുഅ്മിനീങ്ങളായ കുതിരക്കാർ അന്ന് ലോകത്തുള്ള ഏറ്റവും ഉത്തമരായിരിക്കും എന്നുള്ള ഹദീസുകളൊക്കെ വന്നിട്ടുണ്ട്. എന്നൊരു ഷെയ്ഖ് പറയാണ്, ആധുനികമായ വലിയ വലിയ യുദ്ധ ഉപകരണങ്ങളും സംവിധാനങ്ങളും ആളുകളും ഒരുക്കൂട്ടി ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് സമൂഹത്തെ ആളുകളെ പേടിപ്പിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഖിയാമത്ത് നാൾ അടുത്ത സമയത്ത് പഴയ കാലത്ത് ആളുകൾ യുദ്ധത്തിന് ഉപയോഗിച്ച ഈ സംവിധാനങ്ങൾ, വാളുകളുണ്ടാകും, കുതിരകളുണ്ടാകും, പരിചയുണ്ടാകും, ഈ സംവിധാനങ്ങൾക്ക് അന്നുണ്ടാകും. അപ്പം ഈ ആധുനികമായിട്ട് ഇവരൊക്കെ കണ്ടുപിടിച്ചുണ്ടാക്കി വെച്ച ഉപകരണങ്ങളും സാധനങ്ങളൊക്കെ അതെന്താകും? അള്ളാഹു ആലം. ഷെയ്ഖ് പറയണം അള്ളാഹു ആലം, നമുക്കറിയൂല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശത്രുക്കളായ ആളുകൾ അവരുടെ ഭൗതികമായ വലുപ്പും അവരുടെ കഴിവും അവരുടെ ശക്തിയും പറഞ്ഞിട്ട് നമ്മളങ്ങനെ റിപ്പോർട്ടുകളും വാർത്തകളും കേൾക്കുമ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യൻ അതിൻ്റെ മുന്നിലൊന്നും അവൻ്റെ ഹൃദയം ചാടാനോ പേടിപ്പെടാനോ ഉത്കണ്ഠപ്പെടാനോ നിൽക്കേണ്ട ആവശ്യമല്ല. ആദ് സമൂദ് എന്ന് പറയുന്നൊരു വിഭാഗം ലോകത്ത് ജീവിച്ചിരുന്നു. ആദി എന്ന് പറയുന്ന ആ ആളുകൾ, അവരെക്കുറിച്ച് പറഞ്ഞു മൻ അശദ്ദു മിന്നാ ഖുവ്വത്തൻ എന്ന് പറഞ്ഞു. ഷെയ്ഖിൻ്റെ ദർസിൽ ഷെയ്ഖ് പറഞ്ഞ കാര്യങ്ങൾ, നമ്മളിലേറെ ശക്തരായ ആളുകൾ ആരാണ് ഈ ഭൂമിയിൽ? അള്ളാഹു സൃഷ്ടിച്ച അള്ളാഹു അവരെക്കുറിച്ച് ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്, അത്ര ശക്തരും കരുത്തരുമായ ആളുകളെ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. പർവ്വതങ്ങൾ തുരന്നിട്ട് നല്ല നല്ല കൊട്ടാരങ്ങൾ അവരുണ്ടാക്കിയിരുന്നു. നിരപ്പായ സ്ഥലങ്ങളിൽ അതിലേറെ കരുത്തുറ്റ ഭവനങ്ങൾ അവരുണ്ടാക്കിയിരുന്നു. ഇന്നും സൗദി അറേബ്യൻ്റെ ചില സ്ഥലങ്ങളിൽ പോയി നോക്കിയാൽ അന്നത്തെ കാലത്ത് ഇവരുണ്ടാക്കിയ വീടുകൾ കണ്ട അത്ഭുതപ്പെടും. ആധുനികമായ എഞ്ചിനീയറിംഗ് കൊണ്ട് ഇന്നുണ്ടാക്കിയ ബിൽഡിങ്ങുകളൊന്നും അല്ല അതിൻ്റെ സ്ഥാനത്തേക്ക് വെച്ചാൽ. എവിടെ എന്നിട്ട് ഈ പറഞ്ഞ ആളുകളൊക്കെ അവിടെ ഉള്ളത് ഭൂമിയിൽ? ഈ ശക്തരും അഹങ്കാരികളുമായി ഭൂമിയിൽ നടന്ന ഇവരൊക്കെ എവിടെയുള്ളത്? ചരിത്രത്തിൽ അവരുടെ വിവരങ്ങൾ പോലും ഈ പറഞ്ഞ മാന്തി നോക്കിയിട്ടും തുറന്നു നോക്കിയിട്ടും ഈ പറയുന്ന ആളുകൾ ഭൂമിയിൽ പരീക്ഷണം നോക്കിയിട്ടും കരുതി നോക്കിയിട്ടും കാണില്ല. അതുകൊണ്ട് തന്നെ കുഫാറുകളും ഫുജാറുകളും പറഞ്ഞ് പേടിപ്പെടുത്തുന്നുണ്ടെങ്കിൽ, എന്ത് പറഞ്ഞ് പേടിപ്പെടുത്തുകയാണെങ്കിലും, യഥാർത്ഥ തൗഹീദും സുന്നത്തിനും ജീവിക്കുന്ന ഒരു മുസ്ലിം ആണെങ്കിലും അവൻ്റെ കയ്യും കാലും വറക്കേണ്ട ആവശ്യമില്ല, മനസ്സ് കിടിലം കൊള്ളേണ്ട ആവശ്യമില്ല. അള്ളാഹുവിൻ്റെ ദീന് മുറുക്കി പിടിക്കുന്നൊരു മനുഷ്യൻ്റെ മുന്നിൽ ഒരു ശക്തിയും ഒന്നുമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിച്ചത് തന്നെ കാറ്റ് കൊണ്ടാണ് ശിക്ഷിച്ചത്. നമുക്ക് സാധാരണ പറച്ചിലുണ്ട്, കുട്ടികളൊക്കെ ആകുമ്പോൾ പറയില്ലേ, ഞാൻ എന്ന് പറയുമ്പോൾ ഊര്യാപ്പാറിന ആളാണ് ചെയ്യുന്നത് പറയും. ഊര്യാപ്പാറാനുള്ളൂ അങ്ങനെ പറയില്ല നമ്മൾ. ഏത് വലിയ സ്റ്റാമിന കാട്ടിയാലും മസിൽ കാട്ടിയാലും പവർ കാട്ടിയാലും ഊര്യാപ്പാറും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കാറ്റ് കൊണ്ടാണ് ശിക്ഷിച്ചത്. ആ കാറ്റ് തന്നെ 7 ലയാലിൻ വ 8 അയ്യാമിൻ,
7 അലയാലിൻ വസമാനിയത്ത് 7 രാത്രിയും 8 പകലുമായിട്ട് ശക്തമായ കാറ്റ് കൊണ്ട് നിങ്ങളൊന്നുമല്ല, അള്ളാഹുവിൻ്റെ ശക്തിൻ്റെ മുന്നിൽ കുഫാറുകളും ഫുജാറുകളും ഒന്നുമല്ല എന്ന് മനസ്സിലാക്കി തരാൻ. ഇന്ന് ചരിത്രം പറയുന്ന ആളുകൾ സഫിയുർ റഹ്മാൻ റഹിമഹുള്ള പറയാണ്, ചരിത്രത്തിൻ്റെ പുസ്തകത്തിൽ പരിശോധിച്ച് നോക്കുമ്പോൾ ഓരൊരു വിവരവുമില്ല. കുഫാറുകൾ ഫുജാറുകൾ അള്ളാഹുവിൻ്റെ ഉഖൂബത്ത് ഏറ്റുവാങ്ങി നശിച്ചുപോയി. അതികഠിനമായ ശിക്ഷയിൽ അവരുടെ ബർസഖിയായ കാലത്ത് ജീവിക്കുന്നു. ഖിയാമത്ത് നാളിൽ അതിലേറെ ശക്തമായ ശിക്ഷയിലേക്ക് അവർ കാത്തു നിൽക്കുന്നു, ഒരുങ്ങി നിൽക്കുന്നു. അവരെ ചരിത്രം പരിശോധിച്ച് നോക്കുന്ന ആളുകൾക്ക് ഒരു തുമ്പും പാലും അവരെക്കുറിച്ച് കിട്ടാൻ പറ്റുന്ന അവസ്ഥയിലുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ കാലത്തും ഇതുപോലത്തെ തലക്കാനുള്ള ആളുകൾ ദീനിന് വിരുദ്ധമായ കുഫാറുകളും ശത്രുക്കളും പറയുന്നുണ്ടെങ്കിൽ യഥാർത്ഥ തൗഹീദും സുന്നത്തിലും പോകുന്ന ഒരു വ്യക്തി ഒരിക്കലും പേടിപ്പെടാൻ നിൽക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നിമിഷ നേരം കൊണ്ട് കൈകാര്യം ചെയ്യാൻ കഴിയും. അപ്പം ഈ പറയുന്ന ആദ് സമൂദ് അവരുടെ ചരിത്രങ്ങൾ ഒന്നും തന്നെ അവർ അൽ അറബുൽ ബാഇദ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സമൂദ് എന്ന് പറയുന്ന ഇവർ പിന്നെ സൗദി അറേബ്യൻ്റെ തബൂക്കിൻ്റെ ഭാഗത്തിലെ ഉല എന്നൊക്കെ പറയുന്ന പ്രദേശത്തായിരുന്നു എന്നൊക്കെ ചരിത്രകാരന്മാർ ചിലർ പറയുന്നു. ആദ് എന്ന് പറയുന്ന ഹദറമൗത്തിൽ യമനിൻ്റെ ഭാഗത്തായിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ ചില ആളുകൾ പറയും. പക്ഷെ ഇന്ന് അവരുടെ യഥാർത്ഥ ചരിത്രം എന്തായിരുന്നു, അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് കണ്ടിട്ടില്ല. അറബുൽ ബാഇദ. അതേപോലെ അൽ അറബുൽ ആരിബ എന്ന മറ്റൊരു വിഭാഗം, അൽ അറബുൽ ആരിബ. അറബുൽ ആരിബ എന്ന് പറയുന്നവർ വഹും അൽ അറബു അൽ മുൻഹദിറത്തു മിൻ സുൽബി യശ്ജുബ് ഇബ്നു യഅ്റുബ് ഇബ്നു ഖഹ്താൻ എന്ന് പറയുന്ന അവരുടെ വലിയ പിതാവിൻ്റെ പേര് ഖഹ്താൻ്റെ മകൻ യഅ്റുബ്, ആ വ്യക്തിയുടെ മകൻ യശ്ജുബ്. ആ പരമ്പരയിൽ നിന്ന് വന്ന അറബികൾ. ഇവർ യഥാർത്ഥ അറബികൾ തന്നെയായിരുന്നു. ഭാഷാപരമായിട്ടും ഇവർ അറബികളായിരുന്നു, ഗ്രാമീണ അറബികളായിരുന്നു. മറ്റ് ഭാഷക്കാരുമായി ഒരു ബന്ധം ഇല്ലാത്ത യഥാർത്ഥ അറബികളായിരുന്നു. ഇവർക്ക് അൽ അറബുൽ ഖഹ്താനിയ എന്ന പേരിലൊക്കെ അറിയപ്പെടും. യമനിലും സൗദി അറേബ്യയുടെ റിയാദിൻ്റെയൊക്കെ ഏകദേശ ഭാഗത്തും മറ്റ് ചില ഗൾഫ് നാടുകളിലൊക്കെ ഇവരുടെ പേരിൽ ഖഹ്താനികൾ എന്ന് പറയുന്നവർ ഇന്നും നമുക്ക് കാണാൻ കഴിയും. ഈ കുടുംബവുമായി ചേർന്ന് പറയുന്ന ആളുകൾ ഖഹ്താനികൾ. പിന്നെ മൂന്നാമത്തെ വിഭാഗം അൽ അറബുൽ മുസ്തഅരിബ. അൽ അറബുൽ മുസ്തഅരിബ എന്ന് പറഞ്ഞാൽ അവർ ഭാഷാപരമായിട്ട് ആദ്യം അറബികൾ അല്ലായിരുന്നു. പിന്നീട് അവർ അറബി പഠിച്ചിട്ട് ഇന്ന് നമ്മൾ കാണുന്ന അറബികളുടെ പൂർവീകരായി ജീവിച്ച ആളുകൾ. ഈ പറയുന്ന മൂന്നാമത്തെ വിഭാഗം അറബുൽ മുസ്തഅരിബ എന്ന് പറയുന്നത് അൽ അറബുൽ മുൻഹദിറത്ത് മിൻ സുൽബി ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരകളിൽ നിന്ന് വന്ന അറബികൾക്കാണ് അൽ അറബുൽ മുസ്തഅരിബ എന്ന് പറയുന്നത്. കാരണം ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം ഇബ്രാഹിം നബിയുടെ മകനാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ അബ്റാനി എന്ന് പറയുന്ന ഭാഷക്കാരനായിരുന്നു. ഇബ്രാഹിം നബിയുടെ ഭാഷ അബ്റാനി, ഹിബ്രു എന്നൊക്കെ നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാകും. ഹിബ്രു എന്ന് ഇന്ന് ഫലസ്തീനിൻ്റെ പ്രദേശങ്ങൾ കയ്യേറി അക്രമികളായി അഹങ്കാരികളായി നടക്കുന്ന ജൂതരായ ആളുകൾ അവരുടെ രാഷ്ട്രത്തിൻ്റെയും അവരുടെ മതത്തിൻ്റെയൊക്കെ ഭാഷയായിട്ടുള്ളതാണ് ഹിബ്രു എന്ന് പറയുന്നത്. അതിൻ്റെ ലാംഗ്വേജും അതിൻ്റെ ഹർഫുകളൊക്കെ വ്യത്യാസമുണ്ട്, ആ ഭാഷയും വ്യത്യാസമുണ്ട്. അതാണ് ഹിബ്രു ഭാഷ. ഇബ്രാഹിം നബിയുടെ ഭാഷ അബ്റാനി ആയിരുന്നു. അങ്ങനെ പിന്നെ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമും മാതാവും മക്കയിൽ അവർ കൊടുന്ന് താമസിക്കുന്ന സമയത്ത് നാടോടികളായ അറബികളായ ആളുകൾ ഈ പറയുന്ന രണ്ടാമത്തെ കൂട്ടത്തിൽപ്പെട്ട അൽ അറബുൽ ആരിബ എന്ന് പറയുന്ന അവർ നാടോടികൾ പോകുന്ന സമയത്ത് അവരുമായി ഇടകലർന്ന് ജീവിച്ച് അവരിൽ നിന്ന് അറബി പഠിച്ച് ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരകളാണിപ്പോൾ അൽ അറബുൽ മുസ്തഅരിബ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നവർ. ഇവർക്ക് മറ്റൊരു പേരും കൂടിയുണ്ട്, തുസമ്മ ബിൽ അറബിൽ അദ്നാനിയ അറബികൾ എന്ന പേരുകൂടിയുണ്ട്. ആദ്യം പറഞ്ഞവർക്ക് ഖഹ്താനി അറബികൾ എന്ന് പറഞ്ഞതുപോലെ ഇവർക്ക് അദ്നാനി അറബികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹന്മാരുടെ പേര് ചെന്ന് അവസാനിക്കുന്ന സഹീഹായ സ്വീകാര്യയോഗ്യമായ തെളിവും കാര്യം സനദ് കൃത്യമായത് അദ്നാൻ എന്ന് പറയുന്ന ആ പിതാവിലേക്കാണ്. അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരകൾ എന്നുള്ള അർത്ഥത്തിൽ അൽ അറബുൽ അദ്നാനിയ എന്ന പേരും അറിയപ്പെടുന്നുണ്ട്. ഈ രണ്ടാമത് പറഞ്ഞ അറബുൽ ആരിബ എന്ന് പറയുന്നത് വഹിയ ഷുഅബ് ഖഹ്താൻ എന്ന് പറയുന്ന ആ കുടുംബത്തിൽ നിന്നാണെന്ന് പറഞ്ഞു. ഫമഹ്ദുഹ ബിലാദുൽ യമൻ, കാര്യമായിട്ട് കൂടുതൽ യമനിലാണുള്ളത്. പക്ഷേ സൗദിയിലും ഈ പറയുന്ന ഖഹ്താനികളായ ആളുകൾ പല ഭാഗത്തുണ്ട്. ആ കുടുംബ പേരിൽ അറിയപ്പെടുന്നവരുണ്ട്. വഖദ് തശഅബത് ഖബായിലുഹാ വബുതൂനുഹാ മിൻ വലദി സബഅ ഇബ്നു യസ്ജുബ് ഇബ്നു യഅ്റുബ് ഇബ്നു ഖഹ്താൻ. ഖഹ്താന്റെ മകൻ യഅ്റുബ്, അദ്ദേഹത്തിന്റെ മകൻ യസ്ജുബ്, അദ്ദേഹത്തിന്റെ മകൻ സബഅ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സന്താന പരമ്പരയിൽ നിന്നാണ് ഈ പറയുന്ന ഖഹ്താനികൾ അവർ കൂടി വികസിച്ച് വലുതായി പരമ്പരകൾ കൂടി വന്നത്. ഫസ്തഹറത്ത് മിൻഹ ഖബീലത്താനി, രണ്ട് കുടുംബങ്ങളാണ് പ്രസിദ്ധമായത്. ഒന്ന് ഹെമ്യർ ഇബ്നു സബഉം മറ്റൊന്ന് കഹ്ലാൻ ഇബ്നു സബഉം. ഇവരാണ് പ്രസിദ്ധരായത്. അമ്മാ ബഖിയത്തു ബനി സബഇന്റെ മക്കൾ വേറെ ഉണ്ടായിരുന്നു.
അവർ 11 അതല്ല 14 മക്കൾ എന്നുള്ളൊക്കെ ചരിത്രകാരന്മാർ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അവർക്ക് സബഇയ്യൂൻ എന്ന് പറയും. പക്ഷേ അവർക്ക് പിന്നെ വേറെ പറയപ്പെട്ട ഇതുപോലത്തെ ഇവർക്ക് ഹിമ്യർ എന്നോ കഹ്ലാൻ എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെട്ട നിലക്കുള്ള പരമ്പരകൾ ഇല്ല, പ്രസിദ്ധമായിട്ടില്ല. അവർക്ക് നാടോടികളായിട്ട് ഓരോ നാട്ടിൽ ഓരോ പ്രദേശങ്ങളിൽ ജീവിതത്തിൻ്റെ ഉപാധിയും തേടി അങ്ങനെ പോയി എന്നുള്ളതാണ്. നേരെ മറിച്ച് ഹിമ്യർ കഹ്ലാൻ എന്ന് പറഞ്ഞാൽ അവർക്ക് അധികാരവും ആധിപത്യവും സ്വാധീനവും പേരും പ്രശസ്തിയും അംഗീകാരം ലഭിച്ചതാണ്. സബ എന്ന് പറയുന്ന ഈ വ്യക്തി നമ്മളെല്ലാവരും സൂറത്ത് സബയിൽ കേട്ടിട്ടുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കുടുംബത്തിൻ്റെ ചരിത്രം സൂറത്ത് സബയിൽ കൂടെ നമുക്ക് അവരുടെ ചരിത്രം, അവർക്കുണ്ടായിരുന്ന അനുഭവങ്ങൾ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. അള്ളാഹു ശേഷം ഇതിൽ ചില ഭാഗത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ദുനിയാവിൽ വലിയ വമ്പിച്ച നിഅമത്തുകളും അധികാരവും ആധിപത്യവും സമ്പത്തൊക്കെ നൽകി. അങ്ങനെ അവർ കൃഷിക്കും അവരുടെ മറ്റുള്ള ഭൗതികമായ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് സബ എന്ന് പറയുന്ന വലിയൊരു അണക്കെട്ടിലുണ്ട്, പർവ്വതത്തിൻ്റെ അടിയിൽ കെട്ടി ജലസേചനത്തിനും കൃഷിക്കും അവരുടെ മറ്റുള്ള കാലികൾക്കും മറ്റുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി സമൃദ്ധമായ സുഭിക്ഷമായ സന്തോഷകരമായ ജീവിതം നയിക്കുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുത്ത നിഅമത്തിന് നന്ദികേട് കാണിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിപത്ത് നൽകുകയും ആ അണക്കെട്ട് തകരുകയും അവരുടെ കൃഷിസ്ഥലങ്ങളൊക്കെ തകരാറാവുകയും അവർക്ക് പിന്നെ അവിടെ ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത നിലക്കുള്ള അവസ്ഥ വന്നു എന്നുള്ളതാണ് ചരിത്രകാരന്മാരായ ആളുകൾ മറ്റും പറയുന്നുണ്ട്. ഖുർആനിൽ പറയുന്നത് ഈ സംഭവമാണ്. ഇമാം ബുഖാരിയൊക്കെ ആ വിഷയങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഇതാണിപ്പോൾ അമ്മ ഹിമ്യർ. അപ്പോൾ ഈ സബഇൻ്റെ മക്കളിൽപ്പെട്ട ഹിമ്യർ എന്ന് പറയുന്ന അഷ്ഹറു ബുത്തൂനിഹ ഖുദാ, ആ പറയുന്ന ഖുദാ എന്ന് പറയുന്ന പരമ്പരയിൽ കൂടെ ബഹ്റാ, ബലിയ്, ഖൈന്, കൽബ്, ഉസ്റ, വബ്റ ചരിത്രകാരന്മാർ പറഞ്ഞ പേരുകളാണിതൊക്കെ. പിന്നെ മറ്റൊന്ന് സക്കാസിക്, വഹും ബനു സെയ്ദ് ബിൻ വാഇലത്ത് ബിൻ ഹിമ്യർ വലഖബ് സെയ്ദ് സക്കാസിക് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. വഹിയ ഗൈറു സക്കാസിക് ഹിന്ദത്തിൽ ആത്തിയത്. ബനു കഹ്ലാനും വേറെ സക്കാസിക് എന്നുള്ളതുണ്ട്, അത് വേറെയാണ്. പിന്നെ സെയ്ദുൽ ജുംഹൂർ എന്ന മറ്റൊരു പേരുണ്ട്, അതിൽപ്പെട്ടതാണ് ഹിമ്യറുൽ അസ്ഗർ, വസബഉൽ അസ്ഗർ, ഹളൂർ, ദു അസ്ബഹ് എന്നുള്ള പേരിൽ മക്കള് അതിൽ നിന്ന് പറന്ന് പന്തലിച്ചു വന്നു. കഹ്ലാൻ എന്ന് പറയുന്ന മറ്റ് അത് പറഞ്ഞു, കഹ്ലാൻ ഇബ്നു സബ പറഞ്ഞു. അവരുടെ കുടുംബത്തിൽപ്പെട്ട ഹംദാനികൾ ഇന്ന് അറബി നാടുകളിൽ കാണലുണ്ട്. അൽഹാൻ, അഷാർ, അഷ്അരികൾ, അബു മുസൽ അഷ്അരി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അബുൽ ഹസൻ അൽ അഷ്അരി എന്നുള്ള പണ്ഡിതനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ത്വയ് ഹാത്തിമു ത്വാഇ എന്ന് പറയുന്ന വലിയ ധർമ്മിഷ്ഠനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു, മുസ്ലിമായിട്ടില്ല. അദീബുൻ ഹാത്തിം, അദീ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവായിരുന്നു, ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. വലിയ ദാനധർമ്മിഷ്ഠത്തിന്റെ പേരിൽ അറിയപ്പെട്ട ആളായിരുന്നു. ത്വയ് ആ കുടുംബം. മദ്ഹജ്, അതേപോലെ തന്നെ അഷ്, നഖ്, ലഹ്ം, ഇബ്നു സബഇ എന്ന് പറയുന്ന ആ മനുഷ്യന്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ്. പിന്നെ അതേപോലെ തന്നെ ലഹ്മ്, ജുദാം എന്ന് പറയുന്ന കുടുംബങ്ങൾ. ലഹ്മ് എന്ന് പറഞ്ഞത് തന്നെ അവർ കുടുംബങ്ങളായി വികസിച്ചു വന്ന് കിന്ദ, ബനു മുആവിയ, സുക്കൂൻ, സക്കാസിക് പോലത്തെ പേരുകളിൽ അറിയപ്പെട്ട കുടുംബങ്ങൾ അങ്ങനെ പറന്ന് പന്തലിച്ചു പോയിട്ടുണ്ട്. ജുദാമി എന്ന് പറയുന്നവർ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആമില, ഖൗലാൻ, മആഫിർ, അൻമാർ ഈ പറയുന്ന പേരുകൾ. ഈ ലഹ്മ്, ജുദാമി എന്ന് പറയുന്ന കുടുംബങ്ങളെക്കുറിച്ച് നമ്മൾ മുമ്പ് പിന്നെ തമീമുദ്ദാരിയുടെ ആ ചരിത്ര സംഭവം പറയുന്ന സമയത്ത്, ദജ്ജാലിനെ കണ്ട ചരിത്ര സംഭവം പറയുന്ന സമയത്ത് അവരതിൽ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, ഞങ്ങൾ 10-40ഓളം ആളുകൾ ലഹ്മ് ജുദാമിൽപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞിരുന്നു. ഏകദേശം ഫലസ്തീൻ്റെ ആ ഭാഗത്താണ് അവർ ജീവിക്കുന്നത്. കൂടുതലും ആളുകളുള്ളത് അവിടെയാണ്. പിന്നീട് പല നാടുകളിലേക്ക് ആളുകൾ ജീവിത ഉപാധിയുമായി മറ്റും വന്നതിൻ്റെ ശേഷം പല രാജ്യങ്ങളിലും ഈ പറയുന്ന പേരുകളിലേക്കുള്ള ആളുകൾ അത് കൂടുകയും പ്രചരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. പിന്നെ ബനു കഹ്ലാൻ എന്ന് പറയുന്ന ഇവർ യമനിൽ നിന്നിട്ട് ഹിജറ പോയിട്ട് ജസീറത്തുൽ അറബിൻ്റെ ഈ പറയുന്ന ജസീറത്തുൽ അറബ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ അതിൻ്റെ പല സ്ഥലങ്ങളിലും അവർ ചെന്ന് താമസിച്ചു എന്നുള്ളതാണ്. കാനത്ത് ഹിജറത്തു മുഅല്ലമിഹിം ഖബ്ല സൈൽ. ഇവർ യമനിൽ നിന്ന് പോകാനുള്ള കാരണം എന്താണ്? ആ കാരണത്തിൽപ്പെട്ട ഒന്നാണ് നമ്മൾ പറഞ്ഞ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ലഖദ് കാന ലിസബഇൻ ഫീ മസ്കനിഹിം ആയ ജന്നതാനി അൻ യമീനിൻ വശിമാൽ. സബ എന്ന് പറയുന്ന ആളുകൾ അവർക്ക് സുഭിക്ഷമായി ജീവിക്കുന്ന സമയത്ത് ഇടത്തും വലത്തും വളരെ ഫലഭൂയിഷ്ഠായ, അവർക്ക് ജീവിതത്തിന് ഏറ്റവും സുന്ദരമായി വിശാലമായ നിലക്ക് ജീവിക്കാൻ പറ്റുന്ന നിലക്കുള്ള തോട്ടങ്ങളുണ്ടായിരുന്നു. അവർക്ക് വേണ്ടുന്ന വിഭവങ്ങൾ മുഴുവനും അതിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുമായിരുന്നു. ജന്നതാനി അൻ യമീനിൻ വശിമാൽ കുലൂ മിർ റിസ്ഖി റബ്ബിക്കും വഷ്കുറൂ ലഹു. അല്ലാഹു പറഞ്ഞു, അല്ലാഹുവിൻ്റെ വിഭവങ്ങളാണ്, ഹലാലാണ്,
അത് നിങ്ങൾ കഴിച്ചോളി, ഉപയോഗിച്ചോളി, പക്ഷെ നന്ദിയുള്ള അടിമകളാകണം. വഷ്കുറൂലഹു ബൽദത്തുൻ ത്വയ്യിബത്തുൻ വറബ്ബുൻ ഗഫൂർ. നല്ല നാട്, ജീവിക്കാൻ വിഭവസമൃദ്ധമായ വിഭവങ്ങളും കാര്യങ്ങളുമുള്ള നല്ല നാട്, ദോഷങ്ങൾ പുറത്തു തരുന്ന റബ്ബുണ്ട്. തൗഹീദോടുകൂടെ ജീവിച്ചോളി, അള്ളാഹുവിൻ്റെ ത്വഅത്ത് കൊണ്ട് ജീവിച്ചോളി, ചെയ്തുകൊണ്ട് ജീവിച്ചോളി. മനുഷ്യ സഹജമായിട്ട് തെറ്റുകളൊക്കെ സംഭവിക്കാം. ഇസ്തിഗ്ഫാറും തൗബയും പശ്ചാത്താപവുമായി അള്ളാഹുവിലേക്ക് മുന്നിട്ടോളി, അവൻ ദോഷം പുറത്തു തരാൻ തയ്യാറുമാണ്. ബൽദത്തുൻ ത്വയ്യിബത്തുൻ വറബ്ബുൻ ഗഫൂർ. നമുക്കെല്ലാവർക്കും പാഠമായിട്ടാണ്. നമ്മൾ ഇതിൽ നിന്ന് ധാരാളം പാഠങ്ങൾ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനുമാണ് അള്ളാഹു ഈ ചരിത്രം നമുക്ക് വിവരിച്ചു തന്നത്. ബൽദത്തുൻ ത്വയ്യിബത്തുൻ വറബ്ബുൻ ഗഫൂർ. മനുഷ്യരാണ് തെറ്റുകളൊക്കെ പറ്റും. അള്ളാഹു സുബ്ഹാനഹു വതആല തെറ്റ് പറ്റുമ്പോഴേക്ക് നമ്മളെ ശിക്ഷിക്കാനോ പിടികൂടാനോ നശിപ്പിക്കാനോ എന്നല്ല. ധിക്കാരങ്ങൾ, വീണ്ടും ധിക്കാരങ്ങൾ, വീണ്ടും ധിക്കാരങ്ങൾ, അള്ളാഹുവിനെ പുറംതിരിഞ്ഞ് പോയി ഈ മനുഷ്യൻ ഒരിക്കലും തിരിച്ചു വരാത്ത നിലക്കുള്ള അഹങ്കാരി ധിക്കാരിയായി പോവുക. അള്ളാഹുവിൻ്റെ നിയമത്തുകൾ യഥേഷ്ടം ഉപയോഗിക്കുക. ഒരിക്കലും അള്ളാഹു അത് അനുവദിച്ചു കൊടുക്കില്ല. ഒരിക്കലും ആരും തന്നെ അത് പ്രതീക്ഷിക്കുമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്തു തന്ന നിയമത്ത് കയ്യും കണക്കുമില്ലാതെ വേണ്ടതുപോലെ ആസ്വദിക്കുക. എന്നിട്ട് അള്ളാഹുവിന് ധിക്കാരം കാണിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് കഴിഞ്ഞു പോയ ഒരു സമുദായത്തിനും അള്ളാഹു വിട്ടിട്ടു. അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്തായ പവിത്രമായ മക്കയിൽ ജീവിക്കുന്ന ഖുറൈശികൾ അള്ളാഹു തആല വിട്ടിട്ടില്ല. കഅബ ഷരീഫിൻ്റെ ആളുകളായിരുന്നത്. കഅബ ഷരീഫിൻ്റെ നോട്ടക്കാരും അതിൻ്റെ സംരക്ഷകരുമായിരുന്നു. കഅബ ഷരീഫിലേക്ക് വരുന്ന അള്ളാഹുവിൻ്റെ അതിഥികളെ സൽക്കരിക്കുന്ന ആളുകളായിരുന്നു. അവരെ വിട്ടിട്ടില്ല. പിന്നെ ഇങ്ങനെ വേറുള്ള ആളുകളെ ബൽദത്തുൻ ത്വയ്യിബത്തുൻ വറബ്ബുൻ ഗഫൂർ ഫഅറദു. അവർ അള്ളാഹുവിനെ പുറംതിരിഞ്ഞെന്ന് പോയി. അള്ളാഹുവിൻ്റെ ത്വഅത്തിലേക്ക് പോകാതെ ധിക്കാരത്തിലേക്കും ഷിർക്കിലേക്കും കുഫറിലേക്കും അഹങ്കാരത്തിലേക്കും നന്ദികേടിലേക്കും പോയപ്പോൾ ഫഅറദു ഫഅർസൽനാ അലൈഹിം സൈലൽ അരിം. വലിയ വെള്ളപ്പാച്ചിലുകൾ, മലവെള്ളം, വലിയ പ്രളയം അവരിലേക്ക് അയച്ചു അള്ളാഹു സുബ്ഹാനഹു വതആല ശിക്ഷയായിക്കൊണ്ട്. സൈൽ അരിം വബദ്ദൽനാഹും ബിജന്നതൈഹിം ജന്നതൈ ദവാതൈ അദ്രിൻ ഖംതിൻ വഅസ്രിൻ വശൈഇൻ മിൻ സിദ്രിൻ ഖലീൽ. അല്ലേ? അങ്ങനെയായിട്ട് എവിടെ ഒരിടത്ത് തേച്ചോ? ഏതാണ്? ദവാതൈ ഉകുലിൻ ഖംതിൻ വഅസ്രിൻ വശൈഇൻ മിൻ സിദ്രിൻ ഖലീൽ. ഇങ്ങനെ തോന്നുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല സുഭിക്ഷമായ വിഭവസമൃദ്ധമായ ഈ തോട്ടങ്ങളിൽ അത് മുഴുവനും കൃഷി മുഴുവൻ നശിപ്പിച്ചിട്ട് പിന്നെ ഒന്നിനും പറ്റാത്ത, കഴിക്കാൻ പറ്റാത്ത മുള്ളുമരങ്ങളും ഉപയോഗശൂന്യമായതും കൃഷിയോഗ്യമല്ലാത്ത നിലക്ക് നമുക്കറിയാലോ. വലിയ വലിയ പ്രളയങ്ങളും ഉരുൾപൊട്ടലുകളുണ്ടായാൽ പിന്നെ ആ പ്രദേശം മുഴുവൻ എന്താണാകുന്നത് എന്നുള്ളത് നമ്മളൊക്കെ ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ നടക്കുന്ന ഈ സംഭവങ്ങൾ കാണുന്നത്. ഒരുത്തനും അത് തടുത്തു നിർത്താനോ അവിടെ സംരക്ഷണം നൽകാനോ അവിടെ അഭയം കൊടുക്കാനോ പറ്റിയതിൻ്റെ ശേഷമൊക്കെ അങ്ങോട്ട് കൊടുത്തു, ഇങ്ങോട്ട് തന്നു, ഇങ്ങോട്ട് കിട്ടിയത് അവകാശപ്പെട്ടത് കിട്ടിയില്ല, കൊടുത്തില്ല, കടിംപിടിയും കൂടാനല്ലാതെ ഇങ്ങനെ സംഭവിക്കുന്നത് പ്രവചിക്കാനോ സംരക്ഷണം കൊടുക്കാനോ കാവൽ നൽകാനോ ഒന്നും കഴിയാത്ത. അതുകൊണ്ട് ഇതുപോലത്തെ കാര്യങ്ങൾ പാഠങ്ങൾ ഉൾക്കൊള്ളാണ് നമ്മൾ വേണ്ടത്. പാഠങ്ങൾ ഉൾക്കൊള്ളുക. ഇവരേതാണെങ്കിലും പിന്നെ ജീവിക്കാൻ അവിടെ ഗതിയില്ലാതെ അവിടെ നിന്ന് ലോകത്തിൻ്റെ നാനാഭാഗത്തും അവരെ ഛിന്ന ഭിന്നമാക്കി അള്ളാഹു സുബ്ഹാനഹു വതആല. അങ്ങനെ അവിടുന്ന് പിന്നെ അവർ ഹിജ്റ പോവുകയാണ് ചെയ്തത്. ലോകത്തിൻ്റെ പല ഭാഗത്തുമായി അവിടുന്ന് ഹിജ്റ പോകാൻ കാരണം, അവിടുന്ന് പോകാൻ കാരണം ഇതാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ കൂടെ പറയുന്നു. മറ്റ് ചില കാര്യങ്ങളും മറ്റ് രാജാക്കന്മാരും മറ്റ് രാജ്യക്കാരുടെ ആക്രമണങ്ങളും കാര്യങ്ങളൊക്കെ അതിൻ്റെ പിന്നിൽ വേറെയും ഉണ്ടാകാം. ശിക്ഷകളും ദുരിതങ്ങളും വരുമ്പോൾ അത് പല രൂപങ്ങളിലേക്ക് ആയിരിക്കും വരിക എന്നുള്ളതാണ്. ഇതാണ് അവരുടെ ചരിത്രങ്ങൾ. പിന്നെ നമ്മൾ പറഞ്ഞ അറബുൽ മുസ്തഅരിബ എന്ന് പറഞ്ഞാൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സന്താന പരമ്പരകളിൽ കൂടെ വന്ന അറബി ഭാഷ പഠിച്ച് മനസ്സിലാക്കി അറബികൾ ആയ ആളുകൾ. മുമ്പ് വേറെ ഭാഷക്കാരായിരുന്നു, മറ്റു രാജ്യക്കാരായിരുന്നു. അവർ ഫഅസ്ലു ജദ്ദിഹിം അൽ അഅ്ലാ വഹുവ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അവരുടെ പിതാമഹൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പിതാവായ തൗഹീദിൻ്റെ പിതാവായ ഇബ്രാഹിം അൽ ഖലീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് അവരുടെ ഏറ്റവും ഉയർന്ന പിതാമഹൻ എന്ന് പറയുന്നത്. അറബുൽ മുസ്തഅരിബ എന്ന് പറയുന്നത് അറബി അല്ലാത്ത ആളുകൾ അറബി പഠിച്ചു വന്ന് അവരുടെ പിതാമഹൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പിതാവായ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. മിൻ ബിലാദിൽ ഇറാഖ്. ഇബ്രാഹിം നബി അദ്ദേഹം വരുന്നത് ഇറാഖിൽ നിന്നാണ്. ഇസ്മായിൽ നബിനെയും അദ്ദേഹത്തിൻ്റെ മാതാവിനെയും കൊണ്ട് അദ്ദേഹം ഇറാഖിൽ നിന്ന് ഹിജ്റ പോയി വന്ന് പിന്നെ ഫലസ്തീനിലെത്തി. അവിടെ നിന്നാണ് ഈ ഭാര്യയെയും കുട്ടിയെയും കൊണ്ട് അദ്ദേഹം ഹിജാസിലേക്ക് വരുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം ഇമാം തബരി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് പറയുന്നത് ബാബിലോണിയ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചത് എന്നുള്ളതാണ്. ഓർ അൽ ഖൽദാനിയ എന്ന് പറയുന്ന കൂഫയോടടുത്ത് ഇറാഖിലുണ്ടായിരുന്ന ഓർ അൽ ഖൽദാനിയ എന്ന് പറയുന്ന ആ പ്രദേശത്താണ് ഇബ്രാഹിം നബി ജനിച്ചത് എന്നുള്ളത്. അങ്ങനെ പിന്നെ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെയും സഹോദരന്മാരെ കൂടെ കുറച്ചു കാലം അവിടെ ജീവിച്ചു. സാറ എന്ന് പറയുന്നവരെ അദ്ദേഹം വിവാഹം കഴിച്ചു.
അങ്ങനെ പിന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരനായ ഹാറാൻ എന്ന് പറയുന്നൊരു സഹോദരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം ലൂത്ത് നബിയുടെ പിതാവായ ഹാറാൻ. അങ്ങനെ ആ സഹോദരൻ മരണപ്പെട്ടപ്പോൾ ഇബ്രാഹിം നബി സഹോദരൻ്റെ കുടുംബത്തിനെയും ഈ ലൂത്ത് എന്ന് പറയുന്ന കുട്ടിയടക്കമുള്ള കുടുംബത്തിനെയും കൊണ്ട് അവിടെ നിന്ന് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ കഴിയാതെ, സ്വന്തം പിതാവിൽ നിന്നും ജനങ്ങളിൽ നിന്നുള്ള ഉപദ്രവം സഹിക്കാൻ കഴിയാതെ തൻ്റെ ഭാര്യയും തൻ്റെ സഹോദരൻ്റെ ഭാര്യയും കുടുംബങ്ങളും ആ കുടുംബത്തിൽപ്പെട്ട ലൂത്ത് എന്ന് പറയുന്ന ആ യുവാവും ഈ കുട്ടിയെയും കൊണ്ട് അവിടുന്ന് ഹിജറ പോന്നിട്ട് കൻആൻ എന്ന് പറയുന്ന ഫലസ്തീനിലേക്ക് വരികയാണ് അവർ ചെയ്യുന്നത്. ഫലസ്തീനിലേക്ക് അവർ വരുന്ന സമയത്ത് പല പ്രദേശങ്ങളിൽ കൂടെ അവർ യാത്ര ചെയ്തിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫലസ്തീനിൽ നിന്ന് ഫലസ്തീനിലേക്ക് യാത്ര പോകുന്ന സമയത്ത് ഓർ അൽ ഖൽദാനിയ എന്ന് പറയുന്ന പ്രദേശത്ത് ബാബിലോണിയയിൽ വന്നു. അവിടുന്ന് ഹർറാൻ എന്ന് പറയുന്നത്, ഹർറാൻ ഏകദേശം തുർക്കിയുടെ ഭാഗത്താണ്, അങ്ങോട്ടെത്തി. അവിടുന്ന് ഷക്കീം, അവിടുന്ന് ബൈത്ത് ഏൽ, പിന്നീട് മിസ്റിലെത്തിയതിൻ്റെ ശേഷം ബൈത്ത് ഏൽ എന്നുള്ള സ്ഥലത്തേക്ക് വീണ്ടും മടങ്ങിപ്പോയി. അവിടുന്ന് ഹെബ്രോൻ എന്ന് പറയുന്ന ഹിബ്രു പട്ടണം എന്ന ഫലസ്തീനിൽ നിന്ന് നമ്മൾ കേൾക്കലുണ്ട്. പിന്നെ ദിമിഷ്കിലെത്തി, അവിടുന്ന് വീണ്ടും ഹിബ്രോനിലേക്ക് മടങ്ങിപ്പോയി. പിന്നീട് ജറാർ എന്ന് പറയുന്ന അവിടുന്ന് ബിഉർസബ, മറിയ, ബിഉർസബ, വീണ്ടും ഹെബ്രോൻ എന്ന് പറയുന്ന പട്ടണത്തിൽ വീണ്ടും ഇബ്രാഹിം നബി എത്തിച്ചേരാണ്. ഇത് പോരുന്ന യാത്രയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില ആളുകളുടെ എതിർപ്പും വിമർശനം കാരണം മടങ്ങി. അതല്ല അദ്ദേഹത്തിൻ്റെ ദഅവത്തുമായിട്ടാണ് അദ്ദേഹം ഈ പറയുന്ന പ്രദേശത്ത് 1-2 സമയത്ത് പോയത് എന്നൊക്കെ ചരിത്രകാരന്മാർ ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും കൂട്ടി കുടുംബത്തിനെയും കൂട്ടി പോരുന്ന സാറയും കൂട്ടി പോരുന്ന സമയത്ത് മിസ്റിൽ വന്ന് പെടുകയും, മിസ്റിൽ വന്നപ്പോഴാണ് കാഫിറായ അഹങ്കാരിയായ രാജാവ് ഫറോവ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ആക്രമിക്കാൻ വേണ്ടി ശ്രമം നടത്തുകയും ചെയ്തത്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അവിടുന്ന് രക്ഷപ്പെടുത്തുകയും അങ്ങനെ ഒരിക്കലും ഇവർ ആക്രമിക്കാൻ കഴിയുകയില്ല എന്ന് മാത്രമല്ല, ഇവർ അതിപ്രധാനപ്പെട്ട വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എന്ന് ധിക്കാരിയായ മനുഷ്യന് മനസ്സിലാവുകയും അവർക്ക് സഹായിയായിക്കൊണ്ട് ഹാജർ അലൈഹിസ്സലാം അവരെ സമ്മാനമായി കൊടുക്കുകയും ചെയ്തതാണ്. ഹാജർ അവർ എന്തായിരുന്നു, അവരുടെ ചരിത്രം എന്താണ് എന്ന് ചരിത്രകാരന്മാർ 2 അഭിപ്രായങ്ങൾ പറയുന്നു. ഒന്ന്, അവർ സാധാ കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു എന്ന്. അതല്ല, മറ്റൊരു അഭിപ്രായം രാജകുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണായിരുന്നു. അങ്ങനെ ആ രാജാവിനെ ഈ പറയുന്ന മിസ്റിലുണ്ടായിരുന്ന ഈ അഹങ്കാരിയായ മനുഷ്യനും മറ്റും യുദ്ധം ചെയ്ത് അവരുടെ പിതാവിനെയും കുടുംബത്തിനെ ആക്രമിച്ച് അവരെ അടിമയായി കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ ഉന്നത കുടുംബത്തിൽപ്പെട്ട ഈ പെണ്ണിനെ ഉത്തമയായ സാറ എന്ന് പറയുന്ന ഉന്നതയായ സ്ത്രീക്ക് അവരിൽ എന്തൊക്കെയോ കഴിവുകളും പ്രാപ്തികളും ഉന്നതമായ സ്ഥാനങ്ങളുമുണ്ട് എന്ന് ആക്രമിക്കാൻ വേണ്ടി വന്ന രാജാവിന് മനസ്സിലായപ്പോൾ അവർക്ക് ഖിദ്മത്തിന് വേണ്ടി ഹാജറയെ കൊടുത്തു എന്നുള്ളത്. അവർ ഉന്നത കുടുംബത്തിൽപ്പെട്ട സ്ത്രീ തന്നെയായിരുന്നു. ഇങ്ങനെ എത്തിപ്പെട്ടത് യുദ്ധം കാരണമായിട്ട് എത്തിപ്പെട്ടതാണ് എന്നും ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അങ്ങനെ ഏതാണെങ്കിലും മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ പറയുന്ന പ്രദേശങ്ങളൊക്കെ യാത്ര ചെയ്ത് കഷ്ടപ്പെട്ട് ഈ പറയുന്ന തൻ്റെ കുടുംബവും, അതിൽ കുട്ടികളില്ല, സഹോദരൻ്റെ ഭാര്യയും കുട്ടികളെയും കൊണ്ട് ഈ പറയുന്ന തൗഹീദുള്ള കുടുംബങ്ങളെയും കൊണ്ടിട്ട് ഫലസ്തീനിൽ എത്തിപ്പെടാണ് അവസാനം അദ്ദേഹം. ഫലസ്തീൻ ബഅദ ദാലിക ആദ ഇലാ ജനൂബി ഫലസ്തീൻ, ഫലസ്തീനിൻ്റെ ജനൂബ് ഭാഗത്തേക്ക് അദ്ദേഹം വന്ന് അവിടെ താമസിക്കുകയാണ്. അങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു ഫലസ്തീനിലെത്തുന്നത്. ഫലസ്തീനിലെത്തി അതിൻ്റെ ശേഷം ഈ പറയുന്ന ഹാജറിൽ അദ്ദേഹത്തിന് കുട്ടിയുണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീകൾ തമ്മിലുണ്ടാകുന്ന സപത്നിമാർ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും അറിയപ്പെട്ടതാണ്. അതിൻ്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹാരം എന്നുള്ള നിലക്കും അള്ളാഹുവിൻ്റെ അതിശക്തമായ ഹിക്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിസ്സഹായായ ആ ഭാര്യയെയും അതിലുള്ള ആ ചോരപ്പൈതലിനെയും അള്ളാഹു അവനെ പടുത്തുയർത്താൻ വേണ്ടി അവൻ തീരുമാനിച്ച ആ ഭവനത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടി കൽപ്പിച്ചു. മനുഷ്യരായ നമ്മുടെ മനസ്സുകൊണ്ട് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത, മനുഷ്യരായ നമുക്കൊരിക്കലും കണക്ക് കൂട്ടാൻ കഴിയാത്ത, ഒന്നിനും കഴിയാത്ത പൂർണ്ണമായ നിസ്സഹായതയുള്ളൊരു സ്ത്രീ, ചോര പൈതലിനെയും കൊണ്ട് അള്ളാഹു അവിടെ കൊണ്ടുവന്ന് വെക്കുക. അവൻ്റെ ഹിക്മത്തിൽ ലോകത്ത് ഖിയാമത്ത് നാൾ വരെ വരുന്ന മനുഷ്യന്മാർ, രാജാക്കന്മാരും സമ്പന്നരും പണ്ഡിതന്മാരും പ്രാപ്തരും സ്ത്രീകളും പുരുഷന്മാരും, അഴകുള്ളവരും വിരൂപരും ദരിദ്രരും അങ്ങോട്ട് ചെല്ലാനും ആ പറയുന്ന ഇടമൊന്ന് കാണാനും ആ ഭവനമൊന്ന് വലയം ചെയ്യാനും പറ്റുമെങ്കിൽ അതിൻ്റെ മൂലയിൽ ചെന്നൊന്ന് മുത്തം കൊടുക്കാനും. സുബ്ഹാനല്ലാഹ്. ആരനുകരിച്ചുകൊണ്ട്, ആരെ മാതൃകയാക്കിക്കൊണ്ട്, മനുഷ്യരെ ആരെ മാതൃകയാക്കിക്കൊണ്ട് ഹാജർ അവൾ നടന്ന ആ കാൽപാദങ്ങളെ മാതൃകയാക്കിക്കൊണ്ട് നടക്കാൻ വേണ്ടി, അവരുടെ കുഞ്ഞ് കാലിട്ടടിച്ച് അതിൽ നിന്ന് ലഭിച്ച വെള്ളം ഒരു മുറുകെ കുടിക്കാൻ വേണ്ടി,
ഈ ലോകത്ത് ഖിയാമത്ത് നാൾ വരെ വരുന്ന എല്ലാ ശക്തരും പ്രാപ്തരും അവർക്ക് മാതൃകയാകുമാർ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ കൊണ്ടുപോയിടാൻ വേണ്ടി കൽപ്പിച്ചു എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അത് കൃത്യമായി അനുസരിക്കാനും അത് പാലിക്കാനും തയ്യാറാകുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരിക്കലും അവൻ ഈ ലോകത്ത് നഷ്ടപ്പെടാനൊന്നുമില്ല. അവനെ താത്തിക്കെട്ടാനും അവനെ മറികടക്കാനും ഇവിടെ ഒരാൾക്കൂടെ സാധിക്കുകയുമില്ല. ഇതിലൊക്കെ നമുക്ക് എത്ര പാഠങ്ങളും മാതൃകകളുമുണ്ട്. അങ്ങനെ മഹാനായ ആ പ്രവാചകൻ അള്ളാഹുവിൻ്റെ കൽപ്പന കൃത്യമായി പാലിക്കാൻ തയ്യാറായി ജീവിച്ച ഇബ്രാഹിം അൽ ഖലീൽ അലൈഹിസ്സലാം ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലിം. മുസ്ലിമാകെ എന്ന് പറഞ്ഞാൽ എനിക്ക് കീഴൊതുങ്ങി അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ ഒരു തലക്കനോ, അവിടെ അതല്ലെങ്കിൽ ഒരു മറുവാക്കോ, അവിടെ അതല്ലെങ്കിൽ ഒരു എതിർപ്പോ, ഇതൊന്നുമില്ലാതെ അസ്ലംതു ലി റബ്ബിൽ ആലമീൻ, ഞാൻ പൂർണ്ണമായി അതിന് തയ്യാറാണ്, ഞാൻ പൂർണ്ണമായി അനുസരിച്ചു എന്ന് അള്ളാഹുവിന് വാക്ക് കൊടുത്ത മഹാനായ പ്രവാചകൻ അള്ളാഹുവിൻ്റെ കൽപ്പന കൃത്യമായി പാലിച്ചു എന്നുള്ളത്. അള്ളാഹുവിൻ്റെ ഹിക്മത്ത് നോക്കി നിങ്ങൾ. ഇന്ന് ആ സ്ത്രീ അവർ 7 പ്രാവശ്യം മനം പൊട്ടിക്കൊണ്ട് ഓടി നടന്ന ആ കാലടി പാദത്തിൽ, ആ പാദങ്ങളിൽ കൂടെ കാലുവെക്കാനായി എന്നോടും നിങ്ങളോടും കൽപ്പന. ഒരുത്തിൻ്റെ ഹജ്ജോ ഉംറ അത് ചെയ്യാതെ ഒരിക്കലും അത് സ്വീകരിക്കപ്പെടുകയില്ല, ശരിയാവുകയില്ല, സഹിയാവുകയില്ല. അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അള്ളാഹു നമ്മോട് കാണിക്കുന്നത് ഏതാണെങ്കിലും അതിന് കൃത്യമായി തല വെച്ചു കൊടുക്കാനും തല കുനിച്ചു കൊടുക്കാനും തയ്യാറായാൽ അവനൊരിക്കലും ഈ ലോകത്ത് പരലോകത്തും പാഴാവുകയില്ല. ഇതല്ലായുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനയാണെങ്കിൽ അവൻ ഞങ്ങളെ പാഴാക്കുകയില്ല. അങ്ങനെയാണ് ഈ പറയുന്ന ഏതാണെങ്കിലും അൽ അറബുൽ മുസ്താരിബ എന്ന് പറയുന്നവർ അവിടെ എത്തിപ്പെടുന്നതും അറബി പഠിച്ച് ഈ പറയുന്ന അറബികളായി അവർ അവിടെ വരുന്നതും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ ഭവനം അവിടെ പടുത്തുയർത്തപ്പെടുന്നതൊക്കെ അങ്ങനെയാണ്. ഇൻഷാ അല്ലാഹ് ശേഷമുള്ള സദസ്സുകളിൽ അള്ളാഹുവിൻ്റെ ഫضل കൊണ്ട് ആ ഭാഗങ്ങൾ നമുക്ക് ചുരുങ്ങിയ നിലക്ക് പറയാം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള മുഹദ്ദിസീങ്ങളെ സംഭവങ്ങൾ വിവരിച്ചത് നമുക്ക് കാണാൻ കഴിയും ആ വിഷയത്തിൽ. ഹദാ വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി.